2015 പ്രവാസി അപ്പസ്തലേറ്റ് എന്ന സംവിധാനം മുൻ ആർച്ച് ബിഷപ്പ് ബഹുമാനപ്പെട്ട പെരുന്തോട്ടം പിതാവ് ആശീർവദിച്ച് ആരംഭിക്കുമ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പ്രവാസി മക്കളെ ഒരു കുടക്കീഴിൽ ഒന്നിച്ചു നിർത്തണമെന്നും അവർക്ക് ആത്മീയവും ഭൗതികവുമായ ഒരു സപ്പോർട്ട് സഭയുടെ ഭാഗത്തു നിന്ന് എന്നുമാണ് കരുതിയതെങ്കിൽ അവിടെ നിന്ന് അത് വളർന്ന് സഭാ മക്കൾക്കായി മാത്രമല്ലാതെ നാനാജാതി മതസ്ഥർക്ക് ഒരു തണലായി മാറിയിരിക്കുന്നു. ഈ അവസരത്തിൽ ഇതിന്റെ ഡയറക്ടർ പ്രിയപ്പെട്ട ടെജി അച്ഛനും അസിസ്റ്റന്റ് ഡയറക്ടർ ജിജോ മാറാട്ടുകുളമച്ചനും ഗ്ലോബൽ കോർഡിനേറ്റർ ശ്രീ ജോ കാവാലം, എല്ലാ രാജ്യങ്ങളിലുമുള്ള കോർഡിനേറ്റർമാർ, നോർക്ക കോർഡിനേറ്റർമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവരൊക്കെ തന്നെയും അഭിനന്ദനം അർഹിക്കുന്നു. നമുക്ക് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് അച്ഛൻ ഇവിടെ ഓൾറെഡി അതേപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. ദയവായി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരെല്ലാവരും തന്നെ മ്യൂട്ട് ചെയ്തിരിക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ വീഡിയോ ഓൺ ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് സംസാരിക്കേണ്ട ഒരു അവസരം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. ഏതൊരു കാര്യം നമ്മൾ തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയിലൂടെയാണ്. അത് ഒരു കാര്യത്തിന്റെ വിജയം തന്നെ പ്രാർത്ഥനയിലാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. കൂടാതെ പ്രാർത്ഥന വിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുന്ന മഹത്തായ കവാടവും കൂടിയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ജിയ എൽസ അജോയെ സ്വാഗതം ചെയ്യുന്നു. ജിയ എൽസ അജോ നമ്മുടെ ഖത്തർ കോർഡിനേറ്റർ അജോ ആന്റണിയുടെ മകളാണ്. ജിയ പ്രാർത്ഥനാ ഗാനത്തിനായി ക്ഷണിക്കുന്നു. പാവനാത്മാവേ നീ വരണമേ മനസ്സമാന കോവിലിൽ നായകായങ്ങി നാവിലാതങ്ങി സ്നേഹസംഗീതം പാടുന്നു. നിൻ പ്രകാശത്തിൽ ലക്ഷ്മിയായി നിൻ പ്രകാശത്തിൽ ലക്ഷ്മിയായി അന്ധകാരജനേ നിന്റെ സന്തമാകും തീർക്കണി സന്തമാക്കി തീർക്കണി. അവനാത്മാവേ നീ വരണമേ മനസ്സമാന കോവിലിൽ നായകായങ്ങി നാവിലാതങ്ങി സ്നേഹസംഗീതം പാടുന്നു. നന്മ സിസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൽ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പശ്ചാത്മാസ്തുതി. നമ്മളെ വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ. ഇത്തിരി കൂടെ പാടാമായിരുന്നു. ഒരു 4 ലൈനും കൂടെ പാടാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കുഴപ്പമില്ല, സമയമില്ലാത്തതുണ്ടാവാം. നന്നായി പാടി കേട്ടോ. അടുത്തത് സ്വാഗത പ്രസംഗമാണ്. ജീവിതം മനുഷ്യർക്ക് ഒരുപാട് തെരഞ്ഞെടുപ്പുകൾക്ക് അവസരം തരും. ചില മനുഷ്യർ അപ്രധാനമായതിനു പുറകെ പോകും. എന്നാൽ ജ്ഞാനവട്ടം കിട്ടിയ ചില മനുഷ്യർ നല്ലത് തെരഞ്ഞെടുത്ത് തങ്ങളുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കും. അങ്ങനെ ജ്ഞാനവട്ടം കിട്ടിയ മനുഷ്യരുടെ പട്ടികയിൽപ്പെടുത്താവുന്ന ആളാണ് പ്രവാസി അപ്പസ്തലേറ്റ് നോർക്ക ടീം കോർഡിനേറ്റർ ശ്രീ ബെന്നി നാൽപ്പതാംകളം. പ്രവാസ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഇന്നുവരെ പകർന്നു കിട്ടിയ വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി സീറോ മലബാർ സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയ ബെന്നിച്ചേട്ടനെ സ്നേഹപൂർവ്വം സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേൾക്കാമല്ലോ അല്ലേ സിന്ധു? കേൾക്കാം. പ്രിയമുള്ളവരെ, പ്രവാസികളായ എല്ലാ മലയാളികൾക്കും സുപരിചിതമായ ഒരു പദമാണ് നോർക്ക. എന്നാൽ പ്രവാസികളുടെ ക്ഷേമത്തിനായി നോൺ റെസിഡന്റ് കേരള അഫയേഴ്സ് എന്നതിന്റെ ചുരുക്കപ്പേരായി 2002 തുടങ്ങി 2008 പുനർനാമകരണം ചെയ്യപ്പെട്ട നോർക്ക റൂൾസ് വഴിയും 2009 നിലവിൽ വന്ന പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിന്റെ പ്രവർത്തനത്തിലൂടെയും കേരള ഗവൺമെന്റ് പ്രവാസികൾക്കും അവരുടെ ആശ്രിതരായ കുടുംബങ്ങൾക്കും
പ്രവാസ ജീവിത കാലയളവിലും അതിനുശേഷവും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ലഭ്യമാക്കിയിട്ടുള്ള ആനുകൂല്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനോ അത് ലഭ്യമാകുവാൻ ആവശ്യമായ കാര്യങ്ങൾ യഥാസമയം ചെയ്യുന്നതിനോ പല പ്രവാസികളും വേണ്ട ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന വസ്തുത മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ചങ്ങനാശ്ശേരി അതിർത്തിയിൽ നിന്നും കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവാസ ജീവിതം നയിക്കുന്ന സഭാമക്കളെ മാതൃരൂപതയുമായി ചേർത്ത് നിർത്തുന്നതിനും അതിരൂപതയിൽ നാം ഒരു കുടുംബം എന്ന ആപ്തവാക്യത്തിൽ നിന്നുകൊണ്ട് പ്രവാസികൾക്കും നാട്ടിലായിരിക്കുന്ന അവരുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി ശുശ്രൂഷകൾ നിർവഹിച്ചു വരുന്ന പ്രവാസി അപ്പസ്തോലത്തിന്റെ നേതൃത്വത്തിൽ ഇപ്രകാരം ഒരു വെബിനാർ എല്ലാ പ്രവാസികൾക്കും വേണ്ടി ഇന്നിവിടെ സംഘടിപ്പിച്ചിരിച്ചിട്ടുള്ളത്. 2015 അഭിയന്ത ജോസഫ് പെരുന്തോട്ടം മെത്രാപ്പോലിത്ത സ്ഥാപിച്ച ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പസ്തോലേറ്റ് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ സ്ഥാപിതമായിട്ടുള്ള ചാപ്റ്ററുകളിലൂടെയും അതിരൂപത ആസ്ഥാനത്തുള്ള ഓഫീസുകളിലൂടെയും നാട്ടിലുള്ള പ്രവാസി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ അതിന്റെ ശുശ്രൂഷകൾ നിർവഹിച്ചു വരുന്നു. ഇപ്രകാരമുള്ള പ്രവാസി അപ്പസ്തോലിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും നാട്ടിലിരുന്നു കൊണ്ട് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന പ്രവാസി രൂപതാംഗങ്ങളായ അതിരൂപതാംഗങ്ങളായ ഓരോ പ്രവാസിയെയും നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ആവശ്യ സമയങ്ങളിൽ പ്രവാസികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും സഹായവും സാന്ത്വനവുമായി ഓടിയെത്തുകയും ചെയ്യുന്ന ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പസ്തോലിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ടെജി പുതുവീട്ടുകൾ അച്ഛൻ നമ്മോടൊപ്പമുണ്ട്. ആദ്യമായി ബഹുമാനപ്പെട്ട ടെജി അച്ഛനെ സ്നേഹാദരപൂർവ്വം ഈ വെബിനാറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ടെജി അച്ഛനോടൊപ്പം ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പസ്തോലിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും എല്ലാ സമയത്തും പ്രോത്സാഹനവും സഹകരണവും പ്രാർത്ഥനയുമായി ഞങ്ങളോടൊപ്പമുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട മാറാട്ടുകുളം അച്ഛനാണ് നമ്മുടെ ഇന്നത്തെ ഈ വെബിനാറിന്റെ ഉദ്ഘാടകൻ. ജിജോ അച്ഛനെ എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു മാറാട്ടുകുളം അച്ഛന്റെ നാമഹേതു തിരുനാൾ കൂടിയാണിന്ന്. ബഹുമാനപ്പെട്ട ജിജോ അച്ഛനെ സ്നേഹപൂർവ്വം ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം നാമഹേതു തിരുനാളിന്റെ പ്രാർത്ഥനാശംസകൾ നേരുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ വെബിനാറിൽ നയിക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പസ്തോലിന്റെ മുൻ UAE കോർഡിനേറ്ററും AKCC ഗ്ലോബൽ വർക്കിംഗ് കമ്മിറ്റി അംഗം മെമ്പർ UAE വൈസ് പ്രസിഡന്റ് തുടങ്ങി നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന ശ്രീ ബിജു ഡൊമിനിക്കിനെ ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പസ്തോലിന്റെയും ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ചങ്ങനാശ്ശേരി പ്രവാസി അപ്പസ്തോലിന്റെ ആഗോള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഗ്ലോബൽ കോർഡിനേറ്റർ ശ്രീ ജോ കാവാലം നമ്മോടൊപ്പമുണ്ട്. ശ്രീ ന്യൂസിന്റെ കാവാലത്തെ ഈ വെബിനാറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പസ്തോലിന്റെ GCC കോർഡിനേറ്റർ ശ്രീ ബിജു മട്ടാഞ്ചേരി, ഈ വെബിനാറിന്റെ മോഡറേറ്ററായി പ്രവർത്തിക്കുന്ന ശ്രീ രാജേഷ് കൂത്രപ്പള്ളി, ഈ വെബിനാറിന്റെ സംഘാടകത്തിന്റെ ഭാഗമായും വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടുമിരിക്കുന്ന ഗ്ലോബൽ ഭാരവാഹികൾ, GCC ഭാരവാഹികൾ, ഗൾഫ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ രാജ്യങ്ങളുടെ കോർഡിനേറ്റർമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, സബ് കമ്മിറ്റി അംഗങ്ങൾ, ഇന്ത്യയിൽ നിന്നും ഫാർ ഈസ്റ്റിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും പങ്കെടുക്കുന്നവർ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന മറ്റു രൂപതാംഗങ്ങൾ, മറ്റ് സംഘടനാ അംഗങ്ങൾ തുടങ്ങി എല്ലാവർക്കും ഈ വെബിനാറിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ടും ഈ വെബിനാർ എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബിനിച്ചേട്ടാ, നല്ല വാക്കുകൾക്കെല്ലാം നന്ദി. എല്ലാവരെയും സ്വാഗതം ചെയ്തതിനും ഒക്കെ നന്ദി. പ്രവാസി അപ്പസ്തോലേറ്റിന്റെ യുവരക്തം ടെജി അച്ഛനോടൊപ്പം പ്രവാസി അപ്പസ്തോലേറ്റിന് വേണ്ടി രാവും പകലും ഊർജ്ജസ്വലനായി പ്രവർത്തിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ പ്രവാസി മക്കളുടെ കണ്ണിലുണ്ണി. അച്ഛനെ പറ്റി എന്തു പറയണമെന്ന് ഞാൻ എന്റെ പങ്കാളിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ജിജോ അച്ഛൻ ഒരു ആത്മീയനാണ്. അദ്ദേഹം വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ സ്വർഗം ഭൂമിയിൽ എത്തുന്ന അനുഭവമാണെന്ന് എല്ലാവരും പറയുന്നുവെന്ന്. അത് കേട്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് വിശുദ്ധ പാദ്രി പിയോ ആണ്. വിശുദ്ധ കുർബാനയുടെ വിശുദ്ധനായ വിശുദ്ധ പാദ്രി പിയോയെ പോലെ ജിജോ അച്ഛനും അച്ഛൻ അർപ്പിക്കുന്ന ബലികളും അങ്ങയുടെ പ്രവൃത്തികളും സ്വർഗം ഭൂമിയിൽ എത്തിക്കുന്നതാവട്ടെ എന്ന പ്രാർത്ഥനകളോടെ സ്നേഹാദരവുകളോടെ അങ്ങയെ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. പ്രവാസി അപ്പസ്തോലേറ്റിന്റെ ഡയറക്ടർ അച്ഛൻ പ്രിയപ്പെട്ട ജിജി, ഗ്ലോബൽ കോർഡിനേറ്റർ പ്രിയപ്പെട്ട ജോ ചേട്ടായി, GCC കോർഡിനേറ്റർ ബിജു മട്ടാഞ്ചേരി, GCC തലത്തിൽ
നോർക്കയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അഡ്വക്കേറ്റ് ബെന്നി നാൽപ്പതാംകളം, നോർക്കയും പ്രവാസികളും എന്ന വിഷയത്തിനെ കുറിച്ച് ഇന്ന് ക്ലാസ് എടുക്കുവാനായി എത്തിയിരിക്കുന്ന കുട്ടി ബിജു ഡൊമിനിക്, ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ട കോർഡിനേറ്റേഴ്സ്, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, നോർക്ക സെല്ലിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ്സ്, ഈ ക്ലാസ്സിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട പ്രവാസികൾ. 2015 ഓഗസ്റ്റ് 15 അഭിമന്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് ആരംഭിച്ചതാണ് ഈ പ്രവാസി അപ്പസ്തോലേറ്റ്. പ്രവാസികളായിരിക്കുന്ന നാട്ടിൽ പോയി അറിഞ്ഞ് അവരുടെ സങ്കടങ്ങളും അവരുടെ വേദനകളും അവരുടെ സന്തോഷങ്ങളും ഒക്കെ മനസ്സിലാക്കി അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അതിരൂപതയിലെ ദൈവജനത്തിന് ഒരപ്പൻ എന്ന നിലയിൽ താൻ കൊടുക്കുന്ന കരുതലും സ്നേഹവും പ്രവാസത്തിലായിരിക്കുന്ന തന്റെ മക്കൾക്കും കൊടുക്കണമെന്ന് ആഗ്രഹിച്ച അഭിമന്യമാർ ജോസഫ് പെരുന്തോട്ടം പിതാവാണ് 2015 ഈ പ്രവാസി അപ്പസ്തോലേറ്റ് ആരംഭിച്ചത്. 2015 മുതൽ ഇങ്ങോട്ട് ഇന്ന് നമ്മൾ 2024 വന്നു നിൽക്കുമ്പോ ഈ ശുശ്രൂഷ സംവിധാനത്തിലൂടെ കടന്നുപോയ ഒരുപാട് നന്മകൾ ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മള് നോർക്ക ഇവിടെ പ്രവർത്തനങ്ങൾ പ്രവാസികളായിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും അതിന്റെ നന്മകൾ എന്തോരമാണെന്ന് നമ്മൾ ഒരുപാട് പേര് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടും ആണ് ഇങ്ങനൊരു വെബിനാർ സംഘടിപ്പിച്ചിരിക്കുക. പ്രവാസി അപ്പസ്തോലേറ്റിന്റെ പ്രാരംഭത്തിൽ തന്നെ പ്രവാസികൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതില് നമ്മള് ബദ്ധശ്രദ്ധരായിരുന്നു. പ്രവാസി അപ്പസ്തോലേറ്റിന്റെ പ്രവർത്തനം വിപുലമാക്കുന്നതിന്റെ ഭാഗമായി കേരള സർക്കാരിന്റെ പ്രവാസി കാര്യാലയ വകുപ്പുമായി ചേർന്ന് 2019 മുതൽ നമ്മൾ ഈ പ്രവാസി അപ്പസ്തോലേറ്റ് ഈ നോർക്കയുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. നോർക്കയുടെ പരിശീലനം ലഭിച്ച ഒരാൾ പ്രവാസി അപ്പസ്തോലേറ്റിന്റെ ഓഫീസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുക. ഇന്ന് നമ്മളെ ക്ലാസ്സിലൂടെ കേൾക്കാൻ പോകുന്നതും നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടതും പ്രവാസി ക്ഷേമനിധി, കുടുംബ പെൻഷൻ, അവശതാ പെൻഷൻ, മരണാനന്തര സഹായം, ചികിത്സാ സഹായം, വിവാഹ ധനസഹായം, വിദ്യാഭ്യാസ ധനസഹായം, സ്വാന്തന പദ്ധതി, നോർക്ക കാർഡ്, ഇങ്ങനെ നോർക്കയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവാസികൾ നേടിയിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിലൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് പ്രവാസികളായ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. നോർക്കയും പ്രവാസികളും എന്ന ഈ വിഷയത്തെ കുറിച്ച് ഇന്ന് ക്ലാസ് എടുക്കുമ്പോൾ പ്രവാസ ജീവിതത്തിലായിരിക്കുന്ന ഞാൻ എന്തൊക്കെയാണ് നേടിയെടുക്കേണ്ടത്, നമ്മൾ നേടിയെടുക്കാത്തത് മൂലം ഇതെല്ലാം നേടിയെടുക്കുന്ന മറ്റൊരു വിഭാഗക്കാരുണ്ട്. നമ്മളത് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നമ്മൾ ഇതിന് പിന്നാലെ നടക്കാൻ മേലാത്തത് കൊണ്ട് വളരെ നിസ്സാരമായി ഉപേക്ഷിച്ച് കളയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഉപകാരപ്പെടേണ്ടതും നമ്മൾ നേടിയെടുക്കേണ്ടതുമായ കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 2019 മുതൽ പ്രവാസി അപ്പസ്തോലേറ്റിലൂടെ ഈ സേവനങ്ങൾ നമ്മൾ സാധിക്കുന്നിടത്തോളം പേരിൽ എത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. പ്രയോജനപ്രദമായ രീതിയിൽ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് നമ്മൾ ഒരിക്കലും അമാന്തിക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ ഇതിന് വേണ്ടി പാഴാക്കുകയാണെന്ന് ഒരിക്കലും നിങ്ങൾ ആരും വിചാരിക്കരുത്. ഇന്ന് വരെ ഈ ഡിപ്പാർട്ട്മെന്റ് ധാരാളം അപേക്ഷകൾ സമർപ്പിക്കുകയും അതിന്മേൽ സഹായങ്ങൾ ഒരുപാട് വ്യക്തികൾക്ക് നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവാസി അപ്പസ്തോലേറ്റിന്റെ നോർക്കയുടെ പ്രവർത്തനങ്ങളിലൂടെ. അതുകൊണ്ട് എല്ലാ പ്രവാസികളോടും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതിനെ സ്വന്തമാക്കാൻ പരിശ്രമിക്കണം.
ഇതൊരു സമയം പോക്കാണെന്ന് ഒരിക്കലും നിങ്ങൾ ആരും വിചാരിക്കേണ്ട. കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം 60 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ വരെ ഇതിൽ ഉണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതിനെക്കുറിച്ചെല്ലാം നന്നായി മനസ്സിലാക്കുകയും ഈ ക്ലാസ്സിലൂടെ നിങ്ങളുടെ സംശയങ്ങളൊക്കെയും മാറ്റുകയും അതിൽ നിന്ന് നന്മകൾ നേടിയെടുക്കുകയും ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ വെബിനാർ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. താങ്ക് യു അച്ഛാ. ഈ വെബിനാർ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് അച്ഛന് ഓൾറെഡി കുറെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. താങ്ക് യു അച്ഛാ അച്ഛന്റെ വാക്കുകൾക്ക്. സഭയുടെ ഭക്ത സംഘടനകളിലൂടെ നേതൃത്വ നിരയിലേക്ക് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വർക്കിംഗ് കമ്മിറ്റി അംഗം, SMCA ഗൾഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, AKCC UAE വൈസ് പ്രസിഡന്റ്, കത്തോലിക്ക കോൺഗ്രസിലും പ്രവാസി അപ്പസ്റ്റലേറ്റിലും സജീവ സാന്നിധ്യവും ഗൾഫ് മേഖലയിലെ പ്രവാസികൾക്ക് സുപരിചിതനുമായ ശ്രീ ബിജു ഡൊമിനിക്കാണ് നമുക്കായി നോർക്കയെ കുറിച്ചുള്ള ക്ലാസ് എടുക്കുന്നത്. ഇതിനായി അദ്ദേഹം നോർക്ക ഓഫീഷ്യൽസുമായി ബന്ധപ്പെട്ടാണ് വിവരങ്ങൾ കളക്ട് ചെയ്തത്. ഇത് നമുക്കെല്ലാം ജിജോ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നോർക്കയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള അവസരമായി മാറട്ടെ. ഏറെ ആദരവോടെ ശ്രീ ബിജു ഡൊമിനിക്കിനെ ക്ലാസ്സിനായി ക്ഷണിക്കുന്നു. താങ്ക് യു സിന്ധു ടീച്ചറെ. നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. ബഹുമാനപ്പെട്ട ടെജിയച്ച, ജിജോ അച്ഛ, ജോ, ബിജു മട്ടാഞ്ചേരി, ബെന്നി സാറ്, ഗൾഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ രാജ്യങ്ങളുടെ കോർഡിനേറ്റേഴ്സ്, ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെതായ പ്രത്യേക ആശംസകളും പ്രാർത്ഥനയും നേരുന്നു. ആദ്യമേ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ ജിജോ അച്ഛന് പ്രത്യേകമായിട്ട് നാമഹേതുക തിരുനാളിന്റെ എല്ലാ ആശംസകളും നേരുന്നു. മത്തായി സ്ലിഹായെ പോലെ തീക്ഷ്ണമായി വചനം പ്രഘോഷിക്കുവാൻ ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഇതിലേക്ക് പ്രവേശിക്കാം, പ്രസന്റേഷനിലേക്ക് പ്രവേശിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ സാധാരണ വെബിനാറുകൾ നടത്തുമ്പോഴെല്ലാം എല്ലാവരെയും മ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ നടത്തുന്നത്. ഈ വെബിനാറിൽ നമ്മൾ ആ ഒരു സമീപനം എടുത്തിട്ടില്ല. ഇത് എല്ലാവരുടെയും നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനും മ്യൂട്ട് ചെയ്യാനും ഒക്കെ ഉള്ള അവകാശം ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു ക്ലാസ് നടക്കുമ്പോൾ അത് എല്ലാവർക്കും സുതാര്യമായിട്ട് കേൾക്കുവാനും നന്നായിട്ട് അതിൽ പങ്കെടുക്കുവാനും വേണ്ടി നിങ്ങളുടെ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണെങ്കിലും അത് മ്യൂട്ട് ചെയ്ത് ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അറിയുന്നത് അത്ര നല്ല സുഖമുള്ളൊരു കാര്യമല്ല. അതും ഇതിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ കരുതണമെന്ന് അറിയണം. നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷെ അറിയാതെ ആയിരിക്കും അത് ഓപ്പൺ ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ടിലെ പല കാര്യങ്ങളും പുറത്തേക്ക് വരുമ്പോൾ അത് പലരും എന്നാ പറയുന്നത് അത് കേൾക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അത് ഉണ്ടാകാതിരിക്കാൻ കൂടെയാണ് ഞാനിത് പറയുന്നത്. രണ്ടാമതായിട്ട് ഈ ഒരു നോർക്ക നമ്മൾ എന്തുകൊണ്ടാണ് പ്രവാസി അപ്പസ്റ്റോലേറ്റ് ഇത്രമാത്രം ഈ നോർക്കയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നോർക്ക ഈ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവബോധം നൽകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട TGHന്റെ ഒരു കാഴ്ചപ്പാടും കൂടെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. നമ്മളിതൊരു പ്രേക്ഷിത ശുശ്രൂഷയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. കാരണം നമ്മൾ എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ ഇതിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ അറിയും. ആ വിവരങ്ങൾ തന്നെ നമ്മൾക്ക് ചുറ്റുമുള്ളവരിലേക്ക് പങ്കുവെക്കുവാനും അവരെ പ്രത്യേകിച്ച് ഈ നമ്മുടെ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് നമുക്കറിയാവുന്ന താഴ്ന്ന വരുമാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെ നിർബന്ധമായിട്ടും ഇതിൽ ചേർക്കുവാനുള്ള ഒരു വലിയ കടമ നമുക്കുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ച് കൊടുക്കുമ്പോഴാണ് അതൊരു വലിയൊരു പ്രേക്ഷിത ശുശ്രൂഷയായിട്ട് മാറുന്നത്. അതിന് ഈ വെബിനാർ നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുകൊണ്ട് തുടർന്ന് നമ്മൾ വെബിനാറിന്റെ സ്ക്രീൻ കാണാമല്ലോ അല്ലേ? കാണാം. നമ്മൾ ഇത് നോൺ റെസിഡൻസ് കേരളൈറ്റ് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. നമ്മൾ എന്താണ് നോർക്ക, അതെങ്ങനെയാണ് രൂപം കൊണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ നമ്മൾ തരികയാണ്. ആദ്യമായിട്ട് നോർക്ക രൂപം കൊണ്ടത് 1996 ഡിസംബർ 6-ാം തീയതിയാണ്
നമ്മൾ നോർക്ക ഒഫീഷ്യലായിട്ട് രൂപം കൊണ്ടത്, അല്ലെങ്കിൽ സർക്കാർ അതിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. അന്ന് ബഹുമാനപ്പെട്ട EK നായനാർ സാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന മന്ത്രിസഭയാണ് ഇതിനുള്ളൊരു തീരുമാനമെടുത്തത്. അതേ തുടർന്ന് വന്ന മന്ത്രിസഭകളെല്ലാം തന്നെ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി നോർക്കയെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം അത് ഓരോ സമയത്ത് കൂട്ടിക്കൊണ്ടുവരികയും ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രബലമായ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ ഒരു പ്രവാസി വകുപ്പാണ് നോർക്ക എന്നുള്ളത്. പ്രവാസികാര്യ വകുപ്പിന്റെ കീഴിൽ, കേരള സർക്കാരിന്റെ പ്രവാസികാര്യ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നോർക്ക. നോർക്ക എന്ന് പറയുന്ന നോർക്കയുടെ ഫസ്റ്റ് സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഇൻ ഇന്ത്യ ഫോർ വെൽഫെയർ ആൻഡ് വെൽബീയിങ് ഓഫ് പ്രവാസികളുടെ ക്ഷേമത്തിനും അവരുടെ നല്ല ജീവിതത്തിനും വേണ്ടിയിട്ട് രൂപം കൊടുത്തതാണ്. 1996 ഒരു പോളിസി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആരംഭിച്ചു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നോൺ റെസിഡന്റൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ ഒരു പ്രവാസത്തിന്റെ എല്ലാ മേഖലകളെയും ഈ നോർക്ക ടച്ച് ചെയ്യുന്നുണ്ട്. നമ്മളത് തുടർന്ന് വരുന്ന സ്ലൈഡുകളിൽ നമ്മളത് കാണും. നമുക്ക് ഗവൺമെന്റ് ഓഫ് കേരളയുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, അല്ലെങ്കിൽ ഒരു പ്രവാസ ഗവൺമെന്റ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഏകോപിപ്പിക്കുവാനുമെല്ലാം നോർക്ക അതിനൊരു പ്രധാന ഏജൻസി ആയിട്ട്, ഒരു സിംഗിൾ വിൻഡോ അല്ലെങ്കിൽ ഏകജാലക സംവിധാനമായിട്ടാണ് നോർക്ക പ്രവർത്തിക്കുന്നത്. നോർക്കയ്ക്ക് 5 വ്യത്യസ്തമായ ഒബ്ജക്റ്റീവുകളുണ്ട്. അത് 25 വർഷങ്ങളായിട്ട്, അതായത് ഈ 25 വർഷങ്ങളായിട്ട് രൂപം കൊണ്ട 5 വ്യത്യസ്തമായ ഡിവിഷനുകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഒന്നാമതായിട്ട് നോർക്ക റൂട്ട്സ് 2002 രൂപം കൊണ്ടു. അതിനുശേഷം പ്രവാസി ക്ഷേമനിധി ബോർഡ് 2009, 2016 NRI കമ്മീഷൻ, 2017 ലോക പ്രവാസി സഭ, പിന്നെ 2019 ഓവർസീസ് കേരളൈറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സംഘടന. അങ്ങനെ ഇങ്ങനെ 5 വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെന്റുകളുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. നോർക്ക റൂട്ട്സ്, ആദ്യമായിട്ട് തന്നെ നമ്മൾ നോർക്ക റൂട്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. നോർക്കയുടെ ഫീൽഡ് ഏജൻസിയാണ്, നോർക്ക ഡിപ്പാർട്ട്മെന്റിന്റെ ഫീൽഡ് ഏജൻസിയാണ് നോർക്ക റൂട്ട്സ്. 20 വർഷത്തിലധികമായിട്ട് പ്രവർത്തിക്കുന്നു. ഈ ഫീൽഡ് ഏജൻസി 2002 മുതൽ 22 വരെ അത് തുടർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അത് ഇപ്പോഴും അതിന്റെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് നിയമപരമായിട്ടും അതുപോലെ തന്നെ മികവോടും ചേർന്നുള്ള സാങ്കേതിക കഴിവുകൾ ഉള്ള ആളുകളെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നോർക്കയുടെ, അല്ലെങ്കിൽ ജോലി മേഖലകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നോർക്കയുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്ററും മന്ത്രിമാരും അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും അടങ്ങുന്ന ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് നോർക്ക റൂട്ട്സിനെ ഭരിക്കുന്നത്. അതിന്റെ വിഷൻ എന്ന് പറയുന്നത് റെഗുലർ എത്തിക്കൽ ഓർഡർലി മൈഗ്രേഷൻ ടു സസ്റ്റൈനബിൾ ആൻഡ് റീഇന്റഗ്രേഷൻ ഫോർ കേരളൈറ്റ്സ്. അതായത് കേരളത്തിൽ നിന്നും ഉപജീവന മാർഗം വിദേശത്തേക്കോ കേരളത്തിന് പുറത്തേക്കോ പോകുന്ന ആളുകളുടെ ഏറ്റവും സുരക്ഷയും അവർക്ക് നിയമപരമായിട്ടും സാങ്കേതികപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കഴിവുകളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നോർക്കയുടെ ഒരു പ്രധാനപ്പെട്ട വിഷൻ. ഫിനാൻഷ്യൽ സപ്പോർട്ട്, അതുപോലെ തന്നെ ഈ നോർക്കയുടെ ഒരു മിഷൻ എന്ന് പറയുന്നത് നോൺ റെസിഡൻഷ്യൽ കേരളൈറ്റ്സിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, സ്കിൽ എൻഹാൻസ്മെന്റ് ഒക്കെ രൂപപ്പെടുത്തിയെടുക്കുകയും അത് പ്രവാസി സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ നോർക്കയുടെ മിഷൻ. 6 ഏരിയ ഓഫ് ഫോക്കസ് ആണ് പ്രധാനമായിട്ടും ഈ നോർക്ക റൂട്ട്സ് കൈകാര്യം ചെയ്യുന്നത്. ഒന്നാമതായിട്ട് റിലീഫ്, രണ്ടാമത് റീഹാബിലിറ്റേഷൻ, റീലൊക്കേഷൻ, പിന്നെ പ്രവാസികളുടെ ഉന്നമനം, പിന്നെ സ്കിൽ ഡെവലപ്മെന്റ്, സർട്ടിഫിക്കറ്റ് വാലിഡേഷൻ. നമ്മൾ ഓരോന്നായിട്ട് ഇതിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ഇടാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ പ്രസന്റേഷന്റെ അവസാനം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സമയം ഉണ്ടായിരിക്കുന്നതാണ്. ഒന്നാമതായിട്ട് ഇക്കണോമിക് റീഇന്റഗ്രേഷൻ പ്രോഗ്രാംസ്, റിലീഫ് സ്കീംസ് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന് ഇക്കണോമിക്കൽ റീഇന്റഗ്രേഷൻ സ്കീംസ് എന്ന് പറയുന്നത് നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രോജക്ട് ഫോർ റിട്ടേൺ മൈഗ്രൻസ്. അതായത് നമ്മൾ ഇവിടെ നിന്ന്
വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ട് തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ അവിടെ നമുക്ക് സെൽഫ് എംപ്ലോയ്മെന്റ് വെഞ്ചേഴ്സ്, അതായത് സ്വയം നമുക്ക് ബിസിനസ് തുടങ്ങുവാനും അല്ലെങ്കിൽ സ്വയം തൊഴിൽ കണ്ടെത്തുവാനുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ 18 വ്യത്യസ്തമായ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നിട്ട് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത്. അതിന്റെ ബെനഫിഷ്യറീസ് ആയിട്ട് നമുക്കറിയാം ഏകദേശം 6500 6600ഓളം പേര് അതിന്റെ ബെനഫിഷ്യറി എടുത്തിട്ടുണ്ട് 2013 മുതൽ. രണ്ടാമതായിട്ട് പ്രവാസി ഭദ്രത എന്ന് പറയുന്നത് ടു റിഹാബിലിറ്റേറ്റ് ആൻഡ് റീഇൻറ്റഗ്രേറ്റ് റിട്ടേണീസ് ഹു റിട്ടേൺ ഫ്രം കോവിഡ്-19 തുടർന്ന് തിരിച്ചെത്തിയ ആളുകളുടെ സുരക്ഷയും അവരുടെ സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ട് രൂപം കൊടുത്ത ഒരു ഘടകമാണ് പ്രവാസി ഭദ്രത എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ. അത് ഈ കേരളത്തിൽ നിന്ന്, അതായത് പ്രവാസികൾക്ക് കേരളത്തില് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാനും അതിനെ വികസിപ്പിക്കുവാനുമായിട്ട് കേരള സർക്കാരിന്റെ സഹകരണത്തോടുകൂടി വികസിപ്പിക്കുവാനായിട്ടുള്ള പ്രത്യേകമായ ഗൈഡൻസും അതിനുള്ള സാങ്കേതിക സംവിധാനങ്ങളും നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ. നാലാമതായിട്ട് നോർക്ക അസിസ്റ്റഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ് ജോബ് മാർക്കറ്റിംഗ്, അതായത് നമ്മൾ ഈ മറ്റ് സ്ഥലങ്ങളിലേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ആളുകളെ ആവശ്യമുള്ളപ്പോൾ ഒരു ലേബർ മാർക്കറ്റ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ആവശ്യമുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് അയക്കുന്ന ഒരു പദ്ധതിയാണ് നോർക്ക അസിസ്റ്റന്റ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ്. അഞ്ചാമതായിട്ട് അസിസ്റ്റൻസ് പ്രവാസി സംഘം നോർക്ക റൂട്ട്സ് എസ്റ്റാബ്ലിഷ്ഡ് ഹാൻഡ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപവൽക്കരിക്കുവാനായിട്ട് 3 ലക്ഷം രൂപ വരെ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്ന ഒരു പദ്ധതിയാണ്. അത് പല സ്ഥലങ്ങളിലും അത് ഉപയോഗിക്കുന്നുണ്ട്. അത് കുറച്ച് പ്രവാസികൾ ചേർന്ന്, തിരിച്ചെത്തിയ പ്രവാസികൾ ചേർന്ന് പലരും ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. റിലീഫ് പ്രോഗ്രാം, രണ്ടാമതായിട്ടുള്ള റിലീഫ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് അതാണ് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന് സ്വാന്തന, അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ നമ്മൾ വിശദമായിട്ട് പറയുന്നതായിരിക്കും. രണ്ടാമതായിട്ട് നോർക്ക എമർജൻസി ആംബുലൻസ് സർവീസ്. മൂന്നാമതായിട്ട് എമർജൻസി റിപ്പാട്രിയേഷൻ. സ്വാന്തന എന്ന് പറയുന്നത് തിരികെ എത്തുന്ന പ്രവാസി കേരളീയർക്ക് വേണ്ടിയിട്ട് നോർക്ക റൂട്ട്സ് നടത്തുന്ന ദുരിതാശ്വാസ നിധിയാണ് സ്വാന്തന. ഈ പദ്ധതി പ്രകാരം താഴെ പറയുന്ന കാര്യങ്ങൾക്ക് ധനസഹായം നൽകുന്നത്, അതായത് മരണാനന്തര സഹായമായിട്ട് പരമാവധി 1 ലക്ഷം രൂപ, ക്യാൻസർ, ഹൃദയ ശസ്ത്രക്രിയ, ഗുരുതര വൃക്കരോഗം, പക്ഷാഘാതം, അപകടം മൂലമുള്ള സ്ഥിരവൈകല്യം എന്നിവയ്ക്ക് 50,000 രൂപ, മറ്റു രോഗങ്ങളുടെ ചികിത്സയ്ക്ക് 20,000 രൂപ. തിരികെ എത്തിയ പ്രവാസികളുടെ പെൺമക്കൾക്ക് വിവാഹ ചെലവുകൾക്കായിട്ട് പരമാവധി 15,000 രൂപ. പ്രവാസികളായ കേരളീയർക്കും അവരുടെ ആശ്രിതർക്കും അംഗവൈകല്യ പരിഹാരത്തിന് കൃത്രിമ കാലുകൾ, ഊന്നുവടി, വീൽ ചെയർ മുതലായവ വാങ്ങുന്നതിന് 10,000 രൂപ വരെ നൽകുന്നു. ഇതാണ് സ്വാന്തന എന്ന പദ്ധതിയുടെ ഇത്. അർഹതയെന്ന് പറയുന്നത് അപേക്ഷകന്റെ വാർഷിക വരുമാനം, കുടുംബ വരുമാനം 1.5 ലക്ഷം രൂപയിൽ അധികമാകാൻ പാടില്ല, കുറഞ്ഞത് 2 വർഷമെങ്കിലും പ്രവാസിയായിരിക്കണം, തിരികെ എത്തിയിട്ട് വിദേശത്ത് ജോലി അത്രയും കാലയളവ് അല്ലെങ്കിൽ 10 വർഷം, ഇവയിൽ ഏതാണോ കുറവ് ആ സമയപരിധിയിൽ അപേക്ഷ നൽകിയിരിക്കണം. അപേക്ഷകൻ അപേക്ഷ സമർപ്പിക്കുമ്പോഴും സഹായം സ്വീകരിക്കുമ്പോഴും വിദേശത്തായിരിക്കുവാൻ പാടുള്ളതല്ല. നമ്മുടെ പ്രവാസി അപ്പസ്റ്റോലേറ്റിന്റെ ഓഫീസിൽ ഒരു നോർക്ക ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട്. ആ നോർക്ക ഹെൽപ്പ് ഡെസ്ക് വഴി നമ്മൾ ഒത്തിരിയേറെ പേർക്ക് ഈ ആനുകൂല്യങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് അത് അവിടെ ചെന്ന് സമീപിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഓഫീസിൽ നിന്ന് അതിനുള്ള പേപ്പർ വർക്ക് ചെയ്ത് അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചതായിട്ട് നമുക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. രണ്ടാമതായിട്ട് കാരുണ്യം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അതായത് പ്രവാസികളായ കേരളീയർ, ഇന്ത്യക്ക് പുറത്തോ കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിലുള്ളവർ മൃതശരീരം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രത്യേക നിധിയാണ്. അതായത് പ്രവാസി കേരളീയന്റെ മൃതദേഹം വിമാനത്തിലോ ട്രെയിനിലോ മറ്റേതെങ്കിലും വാഹനത്തിലോ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ സ്വദേശത്തേക്ക് എത്തിക്കുന്നതിന് മരണമടഞ്ഞ പ്രവാസിയുടെ നിയമാനുസൃതമായുള്ള അവകാശികൾക്കാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. മരണമടഞ്ഞ പ്രവാസിക്കോ ബന്ധുക്കൾക്കോ മറ്റൊരു ധനാത്മക മാർഗവും ഇല്ലാത്ത സന്ദർഭങ്ങളിലാണ് ഈ സഹായം നൽകുന്നത്. മൃതദേഹം നാട്ടിലെത്തിയ ശേഷം ചെലവായ തുക പിന്നീട് ഈ നിധിയിൽ നിന്ന് അനുവദിക്കുന്നതാണ്. വിദേശത്ത് വെച്ചുണ്ടായ മരണത്തിന് പരമാവധി 50,000 രൂപയും ഇന്ത്യയിൽ ഇതര സംസ്ഥാനത്ത് വെച്ച് നടക്കുന്ന മരണത്തിന് പരമാവധി 15,000 രൂപയും ധനസഹായമായിട്ട് നൽകുന്നു. കാരുണ്യത്തിന്റെ ഡീറ്റെയിൽസ് പ്രവാസി കേരളീയൻ അർഹതയെന്ന് പറയുന്നത് വിദേശത്ത് മരിക്കുന്ന പ്രവാസിക്ക് സാധുതയുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. മരണസമയത്ത് അവിടെ നിയമാനുസൃതം താമസിച്ചിരുന്ന ആളോ അല്ല ജോലി ചെയ്തിരുന്ന ആളോ ആയിരിക്കണം. ഇന്ത്യയിൽ ഇതര സംസ്ഥാനത്ത് മരിക്കുന്ന കേരളീയന്റെ കാര്യത്തിൽ അയാൾ തൊഴിൽ ചെയ്തിരുന്ന അല്ലെങ്കിൽ ജോലി ആവശ്യങ്ങൾക്കായിട്ട് അന്യ സംസ്ഥാനത്ത് സഞ്ചരിക്കുകയോ താമസിക്കുകയോ ചെയ്തിരുന്ന ആളായിരിക്കണം. ഇതാണ് അതിന്റെ അർഹത.
ആംബുലൻസ് സർവീസസ് എന്ന് പറയുന്നത് നമ്മൾ നമുക്കറിയാം ഇവിടുന്ന് വിദേശത്ത് മരണപ്പെട്ട ആളുകളെ തിരിച്ച് നാട്ടിലെത്തിക്കുമ്പോൾ പലപ്പോഴും വലിയ ദൂരമൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ ഒത്തിരിയേറെ പൈസ നമുക്ക് ആംബുലൻസിന്റെ ചിലവാകാറുണ്ട്. ഈ നോർക്ക റൂട്ട്സിന്റെ ആംബുലൻസ് സർവീസ് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, മംഗലാപുരം, കോയമ്പത്തൂർ എന്നീ എയർപോർട്ടുകൾ വഴി ലഭ്യമാണ്. കോൾ സെന്ററിൽ വിളിച്ച് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അത് അറേഞ്ച് ചെയ്യുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ്. കാരണം ഇവിടെ നമ്മൾ അങ്ങനെ പോയ റിപ്പാർട്ടേറ്റ് ചെയ്യേണ്ട ബോഡികൾ അവരെ കൊണ്ടുപോയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവരുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവർ ചെയ്തു തരുന്നതാണ്. മൂന്നാമതായിട്ട് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്. ഇതാണ് ഒരു നമ്മൾ ഇന്ന് ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്. നോർക്ക ഐഡന്റിറ്റി കാർഡ് ഫോർ NRK ആൻഡ് സ്റ്റുഡൻസ്. രണ്ടാമതായിട്ട് പ്രവാസി രക്ഷ ഇൻഷുറൻസ് പദ്ധതി, പ്രവാസി ലീഗൽ എയ്ഡ് സെൽ, ഗ്ലോബൽ കോൺടാക്ട് സെന്റർ. നോർക്ക ഐഡി കാർഡ് എനിക്കറിയത്തില്ല എത്ര പേർക്ക് ഇതിൽ പങ്കെടുക്കുന്ന എത്ര പേർക്ക് നോർക്ക ഐഡി കാർഡ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു പക്ഷെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന് 375 രൂപയാണ് ഈ ഒരു നോർക്ക ഐഡി കാർഡ് എടുക്കുവാനായിട്ടുള്ള ചെലവ്. ഇത്രയും ചെലവ് കുറഞ്ഞ് 3 വർഷത്തേക്ക് 4 ലക്ഷം രൂപ അപകട ഇൻഷുറൻസ് നൽകുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയും എൻ്റെ അറിവിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സിംഗിൾ ഷോപ്പ്. അതായത് നമ്മളൊരു 2 കാര്യങ്ങളാണ് ഈ ഐഡി കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു പ്രവാസിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു ID, അതുപോലെ തന്നെ പ്രവാസി ഐഡി കാർഡ് എടുക്കുമ്പോൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ് അപ് ടു മാക്സിമം 4 lakh ഫോർ ഡെത്ത് കേസസ്. The card validity is for 3 years. ബെനിഫിറ്റ് എന്ന് പറയുന്നത് നോർക്ക ഐഡി കാർഡ് ഹോൾഡർ വിൽ ബി എലിജിബിൾ ഫോർ പേഴ്സണൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള എല്ലാ പ്രവാസികൾക്കും ഈ ഐഡി കാർഡ് എടുക്കാവുന്നതാണ്. പ്രവാസി ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നമ്മൾ ഇവിടെ താമസിക്കുന്ന ആളായിരിക്കണം, 2 വർഷമെങ്കിലും പൂർത്തിയായ ആളായിരിക്കണം, വാലിഡ് പാസ്പോർട്ട് വിത്ത് വിസ ഫോർ ലാസ്റ്റ് 6 months ഉള്ള ആളായിരിക്കണം. ഇതാണ് പ്രവാസി ഐഡി കാർഡ് എടുക്കുവാനായിട്ടുള്ളത്. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് കോപ്പി ഓഫ് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് ഓഫ് ദ പേജ്, അഡ്രസ് പേജ് വേണം, നമ്മുടെ വിസ പേജ് അല്ലെങ്കിൽ ഇക്കാമ, വർക്ക് പെർമിറ്റ്, റെസിഡൻസ് പെർമിറ്റ്, പിന്നെ ഫോട്ടോ സിഗ്നേച്ചറിന്റെ ഫോട്ടോ, പിന്നെ രജിസ്ട്രേഷൻ ഫീസായിട്ട് 372 രൂപ പെർ കാർഡിന് കൊടുക്കണം. ഇത് 3 വർഷം കഴിയുമ്പോൾ, അതായത് 3 വർഷം തികയുന്നതിന് 3 മാസം മുമ്പ് തന്നെ നമുക്ക് ഇത് പുതുക്കുവാനും അത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കുവാനുമായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ സഹോദരങ്ങളിലേക്കും ഇത് എത്തിക്കണം. ഈ നോർക്ക പ്രവാസി ID കാർഡ് മിനിമം ഒരു റിക്വയർമെന്റ് ആയിട്ട് നമ്മൾ എടുക്കുവാനായിട്ട്, നമ്മൾ ഈ കൂട്ടത്തിൽ എടുത്തിട്ടില്ലാത്തവർ കൃത്യമായിട്ട് എടുക്കണം. അതല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ളവരെ അത് എടുക്കുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. രണ്ടാമതായിട്ട് നോർക്ക സ്റ്റുഡൻസ് ID കാർഡാണ്. അത് 2020 മുതൽ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. കേരളത്തിൽ നിന്ന് പുറത്തു പോയി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്കും ഇതുപോലെ തന്നെ അതിനും ഇൻഷുറൻസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് 4 ലക്ഷം രൂപ ഡെത്ത് കവറേജ്, ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അതുപോലെ തന്നെ 2 ലക്ഷം രൂപ ഒരു പെർമനന്റ് ആൻഡ് പാർഷ്യൽ ഡിസബിലിറ്റി. എലിജിബിലിറ്റി എന്ന് പറയുന്നത് മലയാളി സ്റ്റുഡൻസ് completed admission process and currently studying abroad can apply for the ID card. Students who have completed 18 years can apply. 18 വയസ്സ് കഴിഞ്ഞ എല്ലാ കുട്ടികൾക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന്റെ റിക്വയർമെന്റ് വേണ്ടിയത് ഫ്രണ്ട് ആൻഡ് അഡ്രസ് പേജ് ഓഫ് പാസ്പോർട്ട്, നമ്മൾ ഇപ്പോൾ വിദേശത്താണ് പഠിക്കുന്നതെന്ന് തെളിയിക്കുന്ന ഒരു ഡോക്യുമെന്റ്, അതായത് നമ്മുടെ അഡ്മിഷൻ കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. അതുപോലെ തന്നെ അതിന് 315 രൂപയാണ് അതിന്റെ രജിസ്ട്രേഷൻ ഫീസ്. ഇതും 3 വർഷമാണ് ഇതിന്റെ കാലാവധി. അതിനനുസരിച്ച് പുതുക്കുകയും ചെയ്യാവുന്നതാണ്. നോർക്ക പ്രവാസി രക്ഷ പോളിസി, അതായത് നമുക്കറിയാം, ഒരു കുടുംബത്തിന്റെ ജീവിത താളം തെറ്റാനായിട്ട് എന്തെങ്കിലും ഒരു അസുഖം, ഒരു പ്രത്യേകമായിട്ടൊരു ഇന്നത്തെ കാലത്ത് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തകർന്നു പോകാവുന്ന സാമ്പത്തിക ഭദ്രതയൊക്കെ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം. അതുപോലത്തെ അസുഖങ്ങളും ആശുപത്രി ചെലവുകളും ഒക്കെ കൂടി വരുന്ന ഒരു കാലമാണ്. നമുക്ക് ഈ പദ്ധതി വഴി, പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പദ്ധതി വഴി നമുക്ക് കിട്ടുന്ന 1 ലക്ഷം രൂപ വരെ ക്രിട്ടിക്കൽ ഇൽനെസ്സിന് ഓൺ പ്രൊഡ്യൂസിങ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് രജിസ്റ്റർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ, നമുക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ആനുകൂല്യം കിട്ടും. അപ്പാർട്ട് ഫ്രം ക്രിട്ടിക്കൽ ഇൽനെസ്, ഒരു ആക്സിഡന്റ് ബെനിഫിറ്റ് ഇൻഷുറൻസ് കവറേജ് 2 ലക്ഷം രൂപ വരെയുള്ള ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജും 1 ലക്ഷം രൂപയുടെ പെർമനന്റ് ആൻഡ് പാർഷ്യൽ ഡിസബിലിറ്റി ഉള്ള ആനുകൂല്യവും നമുക്ക് ലഭിക്കുന്നതാണ്. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള പ്രവാസി, വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ഇത് എടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിന്റെ കാലാവധി 1 വർഷമാണ്. അതിന് 649 രൂപയാണ് ഒരാൾക്ക് പെർ ഇയറിന്റെ പ്രീമിയം.
നമ്മളൊന്ന് ആലോചിക്കുക, പെർ ഇയർ കൊണ്ട് നമുക്ക് കിട്ടുന്നത് 649 രൂപ മാത്രമാണ് നമുക്ക് ചിലവാകുന്നത്. അപ്പോഴാണ് ഈ ഇത്രയും ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കുക. നമുക്ക് 30 ദിവസം മുമ്പ് വരെ അത് റിന്യൂ ചെയ്യാം. കോപ്പീസ് വേണ്ടിയത് ഈ പറഞ്ഞ സെയിം കോപ്പീസ് ആണ്. നമ്മൾ വിസ പേജും കമ പേജും പിന്നെ ഫോട്ടോയും സിഗ്നേച്ചറും ആപ്ലിക്കന്റിന്റെ സിഗ്നേച്ചറും ഉണ്ടെങ്കിൽ നമുക്കിത് പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. ഈ രോഗങ്ങൾക്കാണ് ഇത് പ്രത്യേകമായിട്ടും കവർ ചെയ്യുന്നത്. ഈ രോഗങ്ങളാണ് ക്യാൻസർ, കിഡ്നി ഫെയിലിയർ, പ്രൈമറി പൾമണറി ആർട്ടറിയൽ ഹൈപ്പർ ടെൻഷൻ, മൾട്ടിപ്പിൾ സിറോസിസ്, മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ആൻഡ് ഗ്രാഫ്സ്, അങ്ങനെയുള്ള സ്ട്രോക്ക്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, കോമ, ടോട്ടൽ ബ്ലൈൻഡ്നെസ് ആൻഡ് പാരലൈസിസ്. ഇത്രയും രോഗങ്ങളെയും ഈ പറയുന്ന രോഗങ്ങൾക്ക് നമ്മൾ ചികിത്സ നേടുകയാണെങ്കിൽ ആ ചികിത്സയുടെ ബെനിഫിറ്റ് നമുക്ക് മെഡിക്കൽ പ്രാക്ടീഷണറുടെ സർട്ടിഫിക്കറ്റ് നോർക്ക ഓഫീസ് വഴി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പദ്ധതി പ്രകാരം നമുക്ക് ഈ പറഞ്ഞ തുക 1 ലക്ഷം രൂപ വരെ നമുക്ക് ലഭ്യമാകുന്നതാണ്. മൈഗ്രേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ, മൈഗ്രേഷൻ ഫെസിലിറ്റേഷൻ ആൻഡ് സ്കീംസ് ആൻഡ് സർവീസ്. 1 റിക്രൂട്ട്മെന്റ്, സ്കിൽ അപ്ഗ്രേഡേഷൻ ആൻഡ് റീഇൻട്രേഷൻ പ്രോഗ്രാം, പ്രീ ഡിപ്പാർച്ചർ ആൻഡ് ഓറിയന്റേഷൻ ട്രെയിനിങ് പ്രോഗ്രാം ആൻഡ് മാർക്കറ്റ്സ് റിസർച്ച്. ഓവർസീസ് റിക്രൂട്ട്മെന്റ്. ഇന്ന് നോർക്ക എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട ഒരു എന്താ പറയുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. നമുക്കറിയാം, ഒരു വിദേശ രാജ്യത്തേക്ക് പോകണമെങ്കിൽ എന്തുമാത്രം പൈസ നമ്മൾ ഏജൻസികൾക്ക് കൊടുക്കുന്നുണ്ട്. നോർക്ക നടത്തുന്ന റിക്രൂട്ട്മെന്റുകൾക്ക് മാക്സിമം നമുക്ക് ചെലവാകുന്നത് 30,000 രൂപയാണ്. നമ്മൾ അവരുടെ ഫീസ് 30,000 രൂപ. ഇപ്പോൾ ജർമ്മനിയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ആ റിക്രൂട്ട്മെന്റുകൾ വരുമ്പോൾ അത് കൃത്യമായിട്ട് അവർ പത്രങ്ങളിൽ അനൗൺസ് ചെയ്യാറുണ്ട്. ആ സമയത്ത് നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട് അത് അപ്ലൈ ചെയ്യുകയും അതിന് വേണ്ട സഹായം അവർ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവിടുന്ന് എന്താ പറയുന്നത്, UK വെയിൽസ്, അവിടത്തേക്ക് കുവൈറ്റിലെ മിനിസ്ട്രിയിലേക്ക് അവർ സെലക്ഷൻ നടത്തിയിരുന്നു. ഓരോ സമയത്ത് നോർക്കയ്ക്ക് ലഭ്യമാകുന്ന വിദേശ സ്ഥാപനങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ചാണ് അവർ അത് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ആ റിക്രൂട്ട്മെന്റ് സമയത്ത് കൃത്യമായിട്ട് പത്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ അവർ പബ്ലിഷ് ചെയ്യാറുണ്ട്. ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുകയും വളരെ കുറഞ്ഞ ചെലവിനേക്കാൾ ഉപരിയായിട്ട് നിയമപരമായിട്ട് യാതൊരു തടസ്സങ്ങളുമില്ലാതെ നമുക്ക് ഒരു ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് നോർക്ക റൂട്ട്സ് ഒരുക്കുന്നത്. ഇതിന് നോർക്ക രണ്ടാമതായിട്ടുള്ള നോർക്ക സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ. നോർക്കയ്ക്ക് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ സെന്റർ ഉള്ളത്, ഇതൊക്കെ നമുക്കറിയാം, കേരള സർക്കാരിന്റെ ഒഫീഷ്യൽ അറ്റസ്റ്റേഷൻ സെന്റേഴ്സ് ആണ് നോർക്ക അറ്റസ്റ്റേഷൻ സെന്റർ. തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും അതിന് സെന്ററുകളുണ്ട്. സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ പേരൻസിനോ സിബിലിങ്സിനോ സ്പൗസിനോ ഫാദർ ഇൻ ലോ അല്ലെങ്കിൽ മദർ ഇൻ ലോയ്ക്ക് ഓൺ പ്രൊഡക്ഷൻ ഓഫ് മാരേജ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ ആരുടെയും സർട്ടിഫിക്കറ്റ് അവർക്ക് ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ളവർക്ക് അവിടെ ചെന്ന് അറ്റസ്റ്റ് ചെയ്യാവുന്നതാണ്. അറ്റസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യാവുന്ന സർട്ടിഫിക്കറ്റുകൾ ഒന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, അഫിഡവിറ്റ്സ്, പവർ ഓഫ് അറ്റോർണി, മാരേജ് സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, സെക്കൻഡറി ലെവൽ സർട്ടിഫിക്കറ്റ്. ഇത്രയും സർട്ടിഫിക്കറ്റുകൾ വിദേശ, ഫോർ എക്സാമ്പിൾ UAE-യിലേക്കാണെങ്കിൽ UAE സർക്കാരിന്റെ അറ്റസ്റ്റേഷൻ അടക്കം അവർ ചെയ്തു തരുന്നതാണ്. എല്ലാ രാജ്യങ്ങളും, ഖത്തറിലേക്കാണെങ്കിൽ ഖത്തർ മിനിസ്ട്രിയുടെ അറ്റസ്റ്റേഷൻ അടക്കം അവർ ചെയ്തു തരുന്നതാണ്. അതിന് വേണ്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഒറിജിനൽ പാസ്പോർട്ട് to be produced on attestation. If the applicant is abroad on the time of attestation, copy of passport page and address page showing the validity of passport and valid visa to be produced. 2 passport size photograph, ഒരു ഫോട്ടോ, copy of photo page and address page of showing the validity of passport. Then original and copy of 10th and certificate. 10th SSLC certificate mandatory ആണ്. അതുപോലെ തന്നെ ഒറിജിനൽ ആൻഡ് കോപ്പി ഓഫ് സെമസ്റ്റർ വൈസ് മാർക്ക് ലിസ്റ്റ് of all certificates and original copy of certificates which is need to be attested. Then the process, application forms are available in Norca Roots or regional centers. Certificates will be initially authenticated for all at these centers. And then the certificate embassy attestation വേണ്ടിയിട്ട് അയക്കുന്നതാണ്. നോർക്ക റൂട്ട് സബ്മിറ്റ് അത് UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ ആൻഡ് ഖത്തർ എംബസികളിലേക്ക് അതിന് അറ്റസ്റ്റേഷൻ ആയിട്ട് അയക്കും. ആപ്ലിക്കേഷൻ അതിന്റെ സെന്ററുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. പാസ്പോർട്ട് കോപ്പി അറ്റസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അവരത് തരുന്നതാണ്. അറ്റസ്റ്റേഷൻ ആർ യൂഷ്വലി ഡൺ അതായത് മൺഡേ ടു ഫ്രൈഡേ 10 മുതൽ 2:30 വരെ ഈ അറ്റസ്റ്റേഷൻ സെന്ററുകളിൽ ഇത് സ്വീകരിക്കുന്നതാണ്. സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരള വിൽ ബി അറ്റസ്റ്റഡ്. കേരളത്തിൽ പഠിച്ച കേരളത്തിലെ സർട്ടിഫിക്കറ്റുകളാണ് അവർ അറ്റസ്റ്റ് ചെയ്യുന്നത്. Medical and nursing, dental, pharmaceutical candidates should produce their registration certificate also to validate the certification. Cash will not be accepted in the Norca Roots, Ernakulam, Kozhikode, effect from
2023 ഒക്ടോബർ 1 മുതൽ ഒന്നിലെ ക്രെഡിറ്റ് കാർഡ് വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് നോർക്കയുടെ ഭാഗമായിട്ട് ഫോറിൻ ലാംഗ്വേജ് ട്രെയിനിങ് നടക്കുന്നുണ്ട്. അത് നമ്മൾ ലാംഗ്വേജ് ട്രെയിനിങ് ഫോർ IELTS-നും OET-ക്കും വേണ്ടിയിട്ട് ജാപ്പനീസ്, ജർമ്മൻ തുടങ്ങിയ ഭാഷകളിലുള്ള ട്രെയിനിങ്ങുകൾ അവർ സംഘടിപ്പിക്കുന്നുണ്ട് വളരെ ചുരുങ്ങിയ രീതിയിൽ. അതുപോലെ തന്നെ ഈ ലാംഗ്വേജ് ട്രെയിനിങ് SC, ST, BPL കാറ്റഗറീസ്, ബിലോ പോവർട്ടി ലൈൻ കാറ്റഗറീസ്, BPL കാറ്റഗറിക്കെല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. ഇത് നമുക്കൊരു പക്ഷേ ഇത് ഉപയോഗപ്രദമാകുന്നില്ലെങ്കിലും നമ്മുടെ അറിവിലുള്ള ഈ കാറ്റഗറിയിൽ വരുന്നവർക്ക് ഇത് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു സംവിധാനം അത് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു വലിയ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പിന്നെ പ്രീ പ്രൊഡക്ഷൻ ഓറിയന്റേഷൻ സെന്റർ, ഇത് ഓവർസീസ് ജോബിനെ കുറിച്ചുള്ള ആസ്പിരൻസിന് അവർക്കുള്ള ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സെന്ററിന്റെ പ്രത്യേക ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ പ്രത്യേകത. അവര് ഇമിഗ്രേഷൻ റൂൾസ് ആൻഡ് എംപ്ലോയ്മെന്റ് കോൺട്രാക്ടിന്റെ ഒരു വാലിഡിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഒതന്റിസിറ്റി, ട്രാവൽ ഫോർമാലിറ്റീസിനെ കുറിച്ചൊക്കെ അവർ ട്രെയിൻ ചെയ്യുന്നതാണ്. ഇനി അടുത്ത രണ്ടാമത്തെ ബോഡിയാണ് നോർക്ക, നോൺ റെസിഡൻസ് കേരളൈറ്റ്സ് വെൽഫെയർ ബോർഡ്. അതായത് ഇറ്റ്സ് ആൻ ഓട്ടോണമസ് ബോഡി, ഒരു സ്വയംഭരണ അവകാശമുള്ള ഒരു സംവിധാനമാണ് നോർക്ക ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ. അതിന്റെ വെൽഫെയർ ആൻഡ് ഡിസ്ട്രസ് റിലീഫ് ആക്ടിവിറ്റീസ് ഫോർ ദി എക്സ്പാട്രിയേറ്റ്സ് ആൻഡ് റിട്ടേണീസ്, അതായത് പ്രവാസികളായിട്ടുള്ള ആളുകളുടെ, അതായത് പ്രവാസികളായിരിക്കുന്നവരുടെയും തിരിച്ചെത്തിയവരുടെയും അവരുടെ ഉന്നമനത്തിനും അവരുടെ ദുരിതാശ്വാസത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ക്ഷേമനിധി ബോർഡ്. ആ ക്ഷേമനിധി ബോർഡ് 2008 കേരള പ്രവാസി വെൽഫെയർ, നോൺ കേരള റെസിഡൻസ് കേരളൈറ്റ് പ്രവാസി വെൽഫെയർ ആക്ട് വഴി ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. പെൻഷൻ പ്ലാന് ഈ നോർക്ക പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ ഒരു പ്രത്യേക പദ്ധതിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ കാണുന്നതാണ്. ഇതിന്റെ വിഷൻ എന്ന് പറയുന്നത് എല്ലാ നോൺ റെസിഡൻസ് കേരളൈറ്റ്സിന്റെയും വെൽഫെയർ, അവരുടെ സാമൂഹ്യ ജീവിത സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുപോലെ തന്നെ ഈ അർഹതപ്പെട്ട ആളുകളിലേക്ക് പ്രവാസി വെൽഫെയർ ഫണ്ടിന്റെ സാമ്പത്തിക സഹായങ്ങളും മറ്റു സഹായങ്ങളും എത്തിക്കുക എന്നുള്ളതാണ്. ഒന്ന് പ്രവാസി ഡിവിഡൻഡ് സ്കീം, അത് 3 തരത്തിലാണ് ഇത് നമ്മൾ ഇതിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് ആയിട്ട് വെച്ചിരിക്കുന്നവര്. ഒന്നാമതായിട്ട് പ്രവാസി ഡിവിഡൻഡ് സ്കീം, അതായത് പ്രവാസികൾക്ക് 51 ലക്ഷം രൂപ വരെ അവർക്ക് നമുക്ക് ഈ സ്കീം വഴി ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അത് ലൈഫ് ടൈം ഓൺ കംപ്ലീഷൻ ഓഫ് 3 years ഓൺ ഡേറ്റ് ഓഫ് ഡിപ്പോസിറ്റ് വരെ അവർക്കൊരു മന്ത്ലി ഡിവിഡൻഡ് ആയിട്ട് അതിന്റെ നമ്മൾ അടയ്ക്കുന്ന തുകയുടെ അനുസരിച്ചുള്ള പൈസ നമുക്ക് മാസാമാസം ലഭിക്കുന്നതാണ്. വെൽഫെയർ ബോർഡ് ഇതുവരെ ഏകദേശം 320 കോടി രൂപയോളം ഈ സ്കീം വഴി സമാഹരിക്കുകയും അതിന്റെ കൃത്യമായിട്ട് അതിന്റെ വിവിധങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. പ്രവാസി പെൻഷൻ എന്ന് പറയുന്നത് നമുക്കൊരു മിനിമം പെൻഷൻ, ഇപ്പോൾ ഇത് 3500 രൂപയാണ് ഇപ്പോഴത്തെ മിനിമം പെൻഷൻ. 60 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും ഒരു 3500 രൂപ മിനിമം, 7000 രൂപ വരെ മാക്സിമം ലഭിക്കുന്ന ഒരു പെൻഷൻ പദ്ധതിയാണ്. മാർച്ച് 2017 മുതൽ ആണ് ഇത് സ്ഥാപിക്കുന്ന വെൽഫെയർ ബോർഡ്. മാർച്ച് 2017 തുടങ്ങിയ ഈ പദ്ധതി 2023 വരെ ഏകദേശം 33.5 കോടി രൂപയോളം നമ്മൾ മെമ്പേഴ്സിന് പെൻഷനായിട്ട് കൊടുത്തിട്ടുണ്ട് പ്രവാസി വെൽഫെയർ ബോർഡ്. പിന്നെ പ്രവാസി വെൽഫെയർ ബോർഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്, ഈ വെൽഫെയർ ബോർഡ് മെമ്പർ ആയി കഴിഞ്ഞാൽ നമുക്കുള്ള ആനുകൂല്യങ്ങൾ ഞാൻ തുടർന്ന് വരുന്ന സ്ലൈഡുകളിൽ പറയും. ഏകദേശം 40,000 റിട്ടേൺസ്, അതായത് 8.5 ലക്ഷത്തോളം മൈഗ്രൻസ് ആയിട്ടുള്ളവരും 40,000 തിരിച്ചെത്തിയവരും ഈ പെൻഷൻ ബോർഡിന്റെ അംഗങ്ങളാണ്. അത് പെൻഷൻ സ്വീകരിക്കുകയും അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഇതിന്റെ മെമ്പർ ആകുക എന്നുള്ളതാണ് ആദ്യത്തേത്. ഒന്നാമതായിട്ട് ഒരു നോൺ റെസിഡൻസ്, അത് 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർ ഇതിൽ എലിജിബിൾ ആണ്, രജിസ്റ്റർ ചെയ്യാൻ എലിജിബിൾ ആണ്. അവർ വെൽഫെയർ ഫണ്ടിൽ രജിസ്റ്റർ ചെയ്യാം. 3 കാറ്റഗറി ആയിട്ടാണ് അവർ ഇതിനെ മെമ്പർഷിപ്പിനെ തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് NRK വർക്കിംഗ് എബ്രോഡ്, അതായത് നമ്മൾ വിദേശത്ത് വർക്ക് ചെയ്യുന്ന നോൺ റെസിഡൻസ് കേരളൈറ്റ്സ്. രണ്ടാമതായിട്ട് NRKs റിട്ടേൺ ടു കേരള, അതായത് നമ്മൾ തിരിച്ച് പെർമനന്റ് ആയിട്ട് നാട്ടിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഉള്ള ആളുകൾ ഫോർ എംപ്ലോയ്മെന്റ് ഇഫ് നോട്ട് ലെസ് ദാൻ, അതായത് 2 വർഷത്തിൽ കുറയാതെ വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിലെ ഇപ്പോൾ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ആളുകളാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ, അതായത് 1B എന്ന കാറ്റഗറിയിൽ വരുന്നത്. മൂന്നാമത്തെ കാറ്റഗറി 2A, അതായത് NRKs ഹു ഈസ് വർക്കിംഗ് ഇന്ത്യ
ഔട്ട്സൈഡ് കേരള, വിതിൻ ഇന്ത്യ വർക്കിംഗ് ഔട്ട്സൈഡ് കേരള. രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് 200 രൂപയാണ് എല്ലാ കാറ്റഗറിയിലേക്കുമുള്ള രജിസ്ട്രേഷൻ ഫീസ്. ഇനി പെൻഷൻ പ്ലാന്റ് എന്ന് പറയുന്ന നോർക്ക എബ്രോഡ്, അതായത് നമ്മൾ ഈ പെൻഷൻ പദ്ധതിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മൾ ഒരു പക്ഷെങ്കിലും നമ്മൾ വിചാരിക്കും ഇന്ന് നമുക്ക് സാമ്പത്തിക ഭദ്രതയുണ്ട്, നമുക്ക് ഈ ഒരു 3500 രൂപ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇത്രയും ചെറിയ തുകയ്ക്ക് വേണ്ടി ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്? നമ്മൾ അടയ്ക്കുന്നത് ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ 350 രൂപയാണ് ഇതിനൊരു കോൺട്രിബ്യൂഷൻ ഉള്ളത്. ഒരു വർഷം വരുമ്പോഴത്തേന് ഏകദേശം ഒരു 4000 രൂപ നമ്മൾ അടയ്ക്കുന്നു. ഒരു മാസം നമുക്ക് 3500 രൂപ പെൻഷൻ കിട്ടുന്നു. ഇന്നത്തെ സാമ്പത്തിക നിലയിൽ നമുക്ക് ഒരു പക്ഷേ നമ്മൾ വിചാരിക്കാം അതിന്റെ ആവശ്യം എന്താ, നമുക്ക് എന്തിനാ, അതുകൊണ്ട് എന്താകാനാ? എനിക്ക് തോന്നുന്നു ടെജിയച്ചനെ സാക്ഷ്യപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ് തോന്നുന്നത്. നമുക്കറിയാവുന്ന പല പ്രവാസികളുണ്ട് ഇവിടെ നല്ല രീതിയിൽ ജീവിച്ചിട്ട് ഇപ്പോൾ ഈ പെൻഷൻ മരുന്ന് മേടിക്കുവാനായിട്ട് ഈ പെൻഷൻ മാത്രം ഉപയോഗിച്ച് ജീവിക്കുന്ന ആളുകളെ എനിക്കറിയാം. അതുപോലെ തന്നെ ടെജിയച്ചനും അറിയാം, മറ്റ് നമ്മുടെ പ്രവാസികളായിട്ടുള്ള പ്രവാസി സംഘടനകളിലെ ആളുകൾക്കൊക്കെ അറിയാം. ഇനി അത് ഒരു പക്ഷേ ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ സാമ്പത്തിക നില ഭദ്രമാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു തുക നമുക്ക് ലഭിക്കുന്നത് സർക്കാരിൽ നിന്നുള്ള ഒരു ആനുകൂല്യമാണ്. നമ്മൾ അടയ്ക്കുന്ന പൈസയ്ക്ക് അവർ തരുന്ന ഒരു സർക്കാരിന്റെ ക്ഷേമനിധിയും കൂടെ ചേർത്ത് നമുക്ക് തരുന്ന ഒരു ആനുകൂല്യമാണ്. അത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നമ്മുടെ ചുറ്റുമുള്ള ആർക്കെങ്കിലും നമുക്ക് കൊടുക്കുവാനോ അങ്ങനെ അതുവഴി നമുക്കൊരു ചാരിറ്റി പ്രവർത്തനം പോലെ ചെയ്യുവാനും ഒക്കെയുള്ള സാഹചര്യം ഇതിലുണ്ട്. അതുകൊണ്ട് ഇതിൽ കഴിയുന്നതും ആളുകൾ ഇതിൽ ചേരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ കുറെ ആളുകളെയൊക്കെ നമ്മളിവിടെ അബുദാബിയിലൊക്കെ നമ്മൾ ക്ലാസ് ഇതുപോലെ ഒരു സെമിനാർ നടത്തിയതിനു ശേഷം ഒത്തിരി ആളുകൾ ചേർന്നു. അവരൊക്കെ ഇപ്പം അതിൽ 1-2 പേർക്കൊക്കെ കിട്ടാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇത് നമ്മൾ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 18 വയസ്സ് മുതലുള്ള ആളുകൾക്ക് ചേരാം. 55 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ചേർന്ന് കഴിഞ്ഞാൽ 60ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പെൻഷൻ ലഭിക്കും. ഇനി 55 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്കും ചേരാം. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, 5 വർഷത്തെ ടേം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് പെൻഷൻ കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ 59ാമത്തെ വയസ്സിൽ ഒരാൾ ഞാൻ പെൻഷൻ പദ്ധതിയിൽ ചേരുകയാണെങ്കിൽ എനിക്ക് 64 വയസ്സ് പൂർത്തിയാകുമ്പോഴേ എനിക്ക് പെൻഷൻ കിട്ടുകയുള്ളൂ. ഇത് അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അതുകൊണ്ട് 60 വയസ്സ് വരെ നിയമാനുസൃതമായിട്ട് ജോലി ചെയ്യുന്ന എല്ലാ പ്രവാസികൾക്കും പെൻഷൻ പദ്ധതിയിൽ അംഗമാകാം. മിനിമം പെൻഷൻ ഞാൻ പറഞ്ഞ 3500 രൂപ, മാക്സിമം 7000 രൂപ. അതായത് നമ്മൾ ഇപ്പൊ 5 വർഷം അടയ്ക്കുന്ന ഒരാൾക്ക് മിനിമം പെൻഷനായ 3500 രൂപ ലഭിക്കുകയുള്ളൂ. നമ്മൾ 5 വർഷത്തിൽ കൂടുതൽ അടയ്ക്കുന്ന എത്ര വർഷങ്ങൾ അടയ്ക്കുന്നുണ്ടോ അതിന്റെ ഒരു വീതം എന്താ പറയുക, അതിന്റെ ഒരു പെർസെൻറ്റേജ് കണക്കാക്കിയിട്ടാണ് നമുക്ക് എത്ര രൂപ കൂടുതൽ ലഭിക്കുന്നത്. അതിന് മാക്സിമം കിട്ടുന്നത് 7000 രൂപയാണെന്നും കൂടെ മനസ്സിലാക്കുക. അതിന് വേണ്ടിയ കാര്യങ്ങൾ നമ്മുടെ ഐഡന്റിറ്റി കാർഡിന്റെ, അതായത് ഇത് ഇന്ത്യക്ക് അകത്തുള്ള ആളുകളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇന്ത്യക്ക് അകത്തുള്ള ആളുകളാണെങ്കിൽ ഇതിന് വേണ്ട ഡോക്യുമെന്റേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ വിദേശത്തുള്ള ആളുകൾക്കാണെങ്കിൽ പാസ്പോർട്ടിന്റെ കോപ്പി, ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജ്, നമ്മുടെ വിസ അല്ലെങ്കിൽ ID കാർഡ്, പിന്നെ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അത് ഫില്ല് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഒരു സിഗ്നേച്ചർ ഇട്ട ഒരു ഫോട്ടോ ആൻഡ് നമ്മുടെ ഫോട്ടോഗ്രാഫ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്നിൽ അക്ഷയ സെന്റർ വഴിയോ അല്ലെങ്കിൽ നമ്മളുടെ പ്രവാസി അപ്പോസ്റ്റൽ ഓഫീസ് വഴിയോ നിങ്ങൾക്ക് പദ്ധതിയിൽ ചേരാവുന്നതാണ്, അതിന്റെ ഗുണമെടുക്കാവുന്നതാണ്. ഇനി ഇന്ത്യക്കകത്ത് താമസിക്കുന്ന ആളുകളാണെങ്കിൽ ചെയ്യേണ്ടത് അവർക്ക് ഒന്നിൽ നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫ് ചെയ്യാനായിട്ടുള്ള ഒരു കാർഡ് വേണം. അതുപോലെ തന്നെ ഒരു അഫിഡവിറ്റ് ഫ്രം വില്ലേജ് ഓഫീസർ ഓർ ഇക്വലന്റ്, അതല്ലെങ്കിൽ പ്രദേശത്ത് ജോലി ചെയ്യുന്ന കമ്പനിയുടെ അധികാരികളിൽ നിന്നോ അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നതെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ അതോടൊപ്പം തന്നെ മലയാളിയാണ് അല്ലെങ്കിൽ കേരളത്തിൽ താമസിക്കുന്ന വ്യക്തിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രൂഫ്, ഐദർ പാസ്പോർട്ട് കോപ്പി അതല്ലെങ്കിൽ നമ്മുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഒരു മൊബൈൽ നമ്പർ വേണം. നമുക്കിത് ഒരു OTP വരും. ഈ 2 പ്രവാസികൾക്കാണെങ്കിലും നാട്ടിലുള്ളവർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഏത് രാജ്യത്തെ മൊബൈൽ നമ്പറിലേക്കും OTP സ്വീകരിക്കുവാനുള്ള സംവിധാനമുണ്ട്. അത് ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു OTP വരും. ആ OTP ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ മുന്നോട്ട് പോകാനായിട്ട് ഒക്കുകയുള്ളൂ. ഇത് ഓൺലൈൻ വഴി ചെയ്യാം, പക്ഷേ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം നിങ്ങൾ ഓൺലൈൻ വഴി ചെയ്യുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റക്കായി പോയാൽ അവിടെ കൊണ്ട് അതിന്റെ പ്രോസസ്സ് നിൽക്കും. കാരണം ഇതിന് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റിന്റെ ചില സൈസും റെസൊല്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു അറിയാവുന്ന ഏജൻസി വഴി അല്ലെങ്കിൽ നമ്മൾ അതുപോലുള്ള ഒന്നിലെ നോർക്ക സപ്പോർട്ട് സെന്റർ വഴിയോ അല്ലെങ്കിൽ അറിയാവുന്ന ഏജൻസികൾ വഴിയോ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇവർക്ക്, അതായത് ഇന്ത്യക്ക് അകത്ത് ഉള്ളവർക്ക്
ഉള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 200 രൂപയാണ്. പ്രവാസി റിട്ടേണികളായിട്ടുള്ളവർക്ക്, അതായത് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ പോയിരിക്കുന്ന ആളുകളുടെയും മന്ത്ലി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 200 രൂപയാണ്. അതുപോലെ തന്നെ പ്രവാസി വെൽഫെയർ ബോർഡിന്റെ മറ്റ് ഇതാണ് സ്കീം ഫോർ അസിസ്റ്റൻസ് ഫോർ മാരേജ്. അതായത് പ്രവാസികളായിട്ട് ഉള്ള ആളുകളുടെ അല്ലെങ്കിൽ സാമ്പത്തിക നിലയനുസരിച്ചിട്ട് നമ്മൾ ഈ പ്രവാസി ക്ഷേമനിധി ബോർഡിൽ അംഗമായി കഴിഞ്ഞാൽ നമുക്ക് മാരേജിനുള്ള ആനുകൂല്യം, അതായത് 10,000 രൂപ 2 പ്രാവശ്യം നമുക്ക് ലഭിക്കുന്നതാണ്. ടു ബി അപ്ലൈഡ്. കല്യാണത്തിന് ശേഷം 3 മാസത്തിനുള്ളിൽ നമ്മൾ ഇത് ചെയ്യണം. മക്കളുടെ മാരേജിനോ അല്ലെങ്കിൽ അതിനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എഡ്യൂക്കേഷണൽ ഗ്രാൻഡ്, അതായത് +2 കഴിഞ്ഞിട്ട് ITC, IT, പോസ്റ്റ് ഗ്രാജുവേഷൻ, പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു എഡ്യൂക്കേഷണൽ ഗ്രാൻഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യമാണ് ഒരു പ്രവാസിക്ക് ലഭിക്കുന്നത്. മെറ്റേണിറ്റി എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് 3,000 രൂപ വരെയും, അബോർഷൻസിന് 2,000 രൂപ വരെയും, മാക്സിമം 2 ടൈംസ് വരെ മെറ്റേണിറ്റി അസിസ്റ്റൻസ് നമുക്ക് ലഭ്യമാകുന്നതാണ്. NRK കമ്മീഷൻ എന്ന് പറയുന്നത് 2015 സിറ്റുവേഷൻ രൂപം കൊടുത്ത ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമായ ഡിവിഷനാണ്. അതൊരു അർദ്ധ ജുഡീഷ്യൽ സംവിധാനത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അതായത് കേരളത്തിന്റെ പുറത്ത് താമസിക്കുന്ന പ്രവാസികളായിട്ടുള്ള ആളുകളുടെ പരാതികളും അവർക്ക് വേണ്ട നിയമസഹായങ്ങളും ചെയ്യുക എന്നുള്ളതാണ് ഈ കമ്മീഷന്റെ ഉത്തരവാദിത്തം. അത് പ്രവാസികളുടെ ക്ഷേമവും അവരുടെ നിയമപരമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ബോഡി അല്ലെങ്കിൽ ഈ കമ്മീഷൻ രൂപം പ്രവർത്തിക്കുന്നത്. ഏകദേശം ഒരു വർഷം 400 കേസസ് വരെ ഇവരെ കൈകാര്യം ചെയ്യാറുണ്ട്. സ്പോൺസേഴ്സിന്റെ കോമ്പൻസേഷൻ ഫ്രം സ്പോൺസേഴ്സ്, ചീറ്റിങ്, അങ്ങനെയുള്ള പല ഇതിൽ നമുക്കിതിന് ഈ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. അവർ നമുക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുകയും കേസ് നടത്തുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഇനിയും ഇതിന്റെ തന്നെ നോർക്കയുടെ തന്നെ നോർക്ക ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ലോക പ്രവാസി കേരള സഭ. നമുക്കറിയാം, പലപ്പോഴും ഈ ലോക പ്രവാസ കേരള സഭ എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി വിവാദ വിഷയമായി മാറാറുണ്ട്. പക്ഷെ വിവാദ വിഷയത്തിനേക്കാളൊക്കെ ഉപരിയായിട്ട് പ്രവാസികൾക്ക് ഒന്നുചേരുവാനായിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിലാണ് അതിനെ രൂപവൽക്കരിച്ചിരിക്കുന്നത്. അത് ലോകമെമ്പാടുമുള്ള പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പദ്ധതികൾ രൂപം കൊടുക്കുവാനും ആലോചിക്കുവാനും വേണ്ടിയിട്ടുള്ളൊരു സമിതിയായിട്ടാണ് ലോക കേരള സഭയെ കാണുന്നത്. അത് നന്നായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടും. പലപ്പോഴും അത് അൺഫോർച്ചുനേറ്റ്ലി അത് പലപ്പോഴും പല വിവാദങ്ങളിലേക്കും എത്തിച്ചേരുന്നതാണ് നാം കാണുന്നത്. പക്ഷേ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രവാസികളുടെ വിവിധോന്മുഖമായ ക്ഷേമത്തിന് വേണ്ട പദ്ധതികൾ രൂപം കൊടുക്കുവാനാണ് ലോക കേരള സഭ രൂപം കൊടുത്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് അതിന്റെ നമ്മൾ ഈ പ്രവാസി ലോക കേരള സഭ 60 രാജ്യങ്ങളിലായിട്ടുള്ള അസോസിയേഷൻസിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് 60 അസോസിയേഷൻസിനെ അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് 18 രാജ്യങ്ങളിലായിട്ട്. ഇന്ത്യക്കകത്ത് 15 സംസ്ഥാനങ്ങളിലായിട്ട് 84 അസോസിയേഷൻസിനെ അപ്രൂവ് ചെയ്തിട്ട് മലയാളി അസോസിയേഷൻസിനെ അപ്രൂവ് ചെയ്യുകയും അവരെ കേരള സഭയുടെ ഭാഗമാക്കുകയും ഒരു പ്രവാസി കൂട്ടായ്മ വർദ്ധിപ്പിക്കുവാനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഓവർസീസ് കേരളൈറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് ലിമിറ്റഡ്, അതൊരു 100% സ്റ്റേറ്റ് ഓൺഡ് കമ്പനിയാണ്. Innovative and support transformation to selected verticals and helps NRKs to participate Kerala's growth industry. കേരളത്തിന്റെ വികസനത്തിന് പ്രവാസികളുടെ സഹായത്തോടുകൂടി കേരളത്തിന്റെ വികസനം സാധ്യമാക്കുവാനായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് ഒരു പുതിയതായിട്ടൊരു ചെയിൻ വേസൈഡ് അമ്യൂണിറ്റീസ്, അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു വേസൈഡ് അമ്യൂണിറ്റി, നമ്മുടെ എന്നാ പറയുന്ന വഴിയോര ഒരു വഴിയോര കേന്ദ്രങ്ങൾ സ്ഥാപിക്കുവാനായിട്ട് റെസ്റ്റ് സ്റ്റോപ്പ് എന്ന പേരിലുള്ള ഒരു ബ്രാൻഡ് നെയിമോട് കൂടി അവർ ഹൈവേസിലും മറ്റ് സ്റ്റേറ്റ് ഹൈവേസിലും ഒക്കെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഹൈവേസിൽ ഈ പ്രകാരം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വരും വർഷങ്ങളിൽ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരികയും നമുക്ക് അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനും അത് കൂടുതൽ പ്രവാസികളുടെ സഹായത്തോടു കൂടി ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു എന്താ പറയുക, ഇത് ഒരു ഫ്രാഞ്ചൈസി ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് മോഡലാണ് അവർ ഇതിനു വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ
ഈ നിങ്ങൾക്ക് ഇതിനകത്തുള്ള സംശയങ്ങൾക്ക് നമ്മൾ ഇത് കഴിയുമ്പോൾ മറുപടി നൽകുന്നതായിരിക്കും. എനിക്കറിയാം, ഞാൻ ഒന്ന് ഓടിച്ചു, നമ്മുടെ സമയത്തിന്റെ ക്ലിപ്തത കൊണ്ട് മാത്രമാണ് ഇത്രയും സ്പീഡിൽ ഇത് പോരുന്നത്. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഇതിന് തുടർന്ന് മറുപടി പറയാം. നമുക്ക് ഈ പറഞ്ഞ എല്ലാ ആനുകൂല്യങ്ങളും, പ്രവാസി ID കാർഡ് ആണെങ്കിലും, പ്രവാസി ക്ഷേമനിധി പെൻഷൻ ആണെങ്കിലും, വെൽഫെയർ ബോർഡ് മെമ്പർഷിപ്പ് ആണെങ്കിലും, ഏതും അപ്ലൈ ചെയ്യുവാനായിട്ട് നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പസ്തോലിന്റെ ഓഫീസിൽ ഒരു നോർക്ക ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്തിലേക്ക് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് പ്രവാസി അപ്പസ്തോലിന്റെ ഓഫീസ് ഉള്ളത്. അവിടെ നോർക്ക ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അവരുടെ കോൺടാക്ട് നമ്പറും വാട്സാപ്പ് നമ്പറുമാണിത്. ഇമെയിൽ ID ഉണ്ട്. നിങ്ങൾക്കിത് നോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവാസി പെൻഷന്റെ കാര്യങ്ങളാണെങ്കിലും ID കാർഡിന്റെ കാര്യങ്ങളാണെങ്കിലും അത് കൃത്യമായിട്ട് ചെയ്തു തരും. ഈ ID കാർഡിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങളെ ഉറപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പലരും ID കാർഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നിപ്പം ഈ കോൺടാക്ട് സെന്ററിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, എല്ലാവർക്കും ID കാർഡ് ഉണ്ട്. ഞങ്ങൾക്ക് പറയുന്നത് ഞങ്ങൾക്ക് നോർക്ക ID കാർഡ് ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. നമ്മൾ നോക്കുമ്പോഴാണ് ഈ നോർക്ക ID കാർഡ് പലപ്പോഴും പല സംഘടനകളും അവരുടെ പേരിലൊക്കെ കൊടുത്തിരിക്കുന്ന ID കാർഡുകളാണ്. അതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും എടുക്കുമ്പോഴും കൃത്യമായിട്ട് നോർക്കയുടെ ID കാർഡ് ആണ് നമ്മൾ സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയും ഈ ചങ്ങനാശ്ശേരി പ്രവാസി അപ്പസ്തോലേറ്റിന് GCC തലത്തില് നമുക്ക് GCCയിലും ഫാർ ഈസ്റ്റിലുമായിട്ട് നോർക്ക സബ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. നിങ്ങൾ അവരെയും സമീപിക്കാവുന്നതാണ്. GCC കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് അഡ്വക്കേറ്റ് ബെന്നി നാൽപ്പതാംകളമാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ ഖത്തറിലെ ജോമോൻ ജോൺ, ജിമ്മി ഗുഞ്ചറിയ, സൗദി അറേബ്യയിലെ തോമസ് മൈക്കിൾ, ജേക്കബ് ദേവസ്യ, കുവൈറ്റിലെ പ്രദീപ് തോമസ്, ജോബി ജോസഫ്, ബഹ്റൻ ഷിബു ജോർജ്, ജിബി അലക്സ്, ഒമാനിലെ ബിജു വർക്കി, UAE തോമസ് ജോൺ പറമ്പത്ത്, ഉല്ലാസ് ജോസഫ്, ജോഷി കെ ജോസഫ്, ബിനു ജോൺ, റോഷൻ ബേബി, ഇസ്രായേലിലെ ജിജോ ഫ്രാൻസിസ്, ലെയ്സി എന്നിവരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പ്രവാസി അപ്പസ്തോലേറ്റിന്റെ ഏതൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറിനോട് ചോദിച്ചാലും നിങ്ങൾക്ക് വേണ്ട ഈ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ് എന്നുള്ളതും കൂടി അറിയിക്കുകയാണ്. ഇതാണ് നോർക്ക റൂട്ട്സിന്റെ പ്രധാനപ്പെട്ട ലിങ്കുകൾ. അവരുടെ നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റ്, പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ്, മെമ്പേഴ്സ് പേജിന്റെ ലോഗിൻ. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് തോന്നുന്നു നമുക്കൊരു ഓപ്പൺ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാനിപ്പോൾ ഷെയർ ചെയ്ത് നിർത്തിയിട്ട് നമുക്ക് താങ്ക് യു ശ്രീ ബിജു ഡൊമിനിക്. വളരെ നന്നായിരുന്നു ക്ലാസ്. ഇതൊക്കെ എല്ലാ പ്രവാസികളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. സത്യത്തില് എനിക്കും സത്യം പറഞ്ഞത് ഒരു കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു. ഞാനും വിചാരിച്ചിട്ടുണ്ട് ഈ പെൻഷനൊക്കെ ഇച്ചിരി പൈസ കിട്ടുന്ന എന്നാ പെൻഷൻ, ഇത് എന്നാത്തിനാണെന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരാൾ കൂടിയാണ് ഞാനും കൂടെയൊക്കെ. അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വെളിച്ചം വീശിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് തോന്നുന്നു ഇത്തരം ക്ലാസ്സുകൾ തുടർന്നും ഉണ്ടാവുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഇനി നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്കാണോ അതോ പോസ്റ്റർ സെഷൻ ആണോ അടുത്തതിന് ശേഷമല്ലേ നമ്മൾ അടുത്തത്? പോസ്റ്റർ റിലീസിന് ഓക്കെ. ഭക്തി കൊണ്ട് നീതിയെ വിഴുങ്ങാനുള്ള പ്രവണത അധികമായിരിക്കുന്ന ഇക്കാലത്ത് നീതി കൊണ്ട് ജീവിതം സുഹൃതമാക്കുന്ന ചില മനുഷ്യരുണ്ട്. അക്കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരാളാണ് ശ്രീ ജോ കാവാലം. സമൂഹ മധ്യത്തിൽ സഭ കാരണമില്ലാതെ അവഹേളിക്കപ്പെടുമ്പോൾ ധീരതയോടെ ധാർമ്മികതയോടെ അക്ഷരങ്ങളിലൂടെ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു ഇദ്ദേഹം. പ്രവാസി അപ്പസ്തോലേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ താളുകളിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെടാവുന്ന പേരുകൂടിയാണ് ഗ്ലോബൽ കോർഡിനേറ്റർ ശ്രീ ജോ കാവാലത്തിൻ്റെത്. സ്നേഹാദരവുകളോടെ അങ്ങേ പോസ്റ്റർ റിലീസിനായി ക്ഷണിക്കുന്നു. താങ്ക് യു സിദ്ധു. ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട ടെജിയച്ച, ജിജോച്ച, ബിജു മട്ടാഞ്ചേരി, ബിജു ഡൊമിനിക്, അഡ്വക്കേറ്റ് ബെന്നി നാൽപ്പതാംകുളം, ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രവാസി അപ്പസ്തോലേറ്റിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ഇതിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ളവരെ, 1899 ഒക്ടോബർ 3 ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ആർപ്പൂക്കര പൊടിപ്പാറ ചാക്കോച്ചന്റെയും റോസമ്മയുടെ 5ാമത്തെ മകനായി ജനിച്ച കൊച്ചൗസേപ്പച്ചൻ, അതായത് പ്ലാസിഡ് ജെ പൊടിപ്പാറ എന്ന CMI വൈദികൻ സിറോ മലബാർ സഭയ്ക്ക് നൽകിയ സംഭാവനകൾ നിരവധിയാണ്. സഭയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകിയ 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ അജണ്ട ഉണ്ടാക്കുന്ന സമിതിയിലെ അംഗമായിരുന്നു നമ്മുടെ പ്ലാസിഡ് അച്ഛൻ. സിറോ മലബാർ സഭയുടെ പാരമ്പര്യം, പൈതൃകം, ചരിത്രം, ആരാധനാക്രമം എന്നിവ വീണ്ടെടുക്കാൻ വത്തിക്കാനിലെ വിവിധ സമിതികളിൽ പ്രവർത്തിച്ച് ശക്തമായ ബോധവൽക്കരണവും ഇടപെടലുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സിറോ മലബാർ സഭയെ വീണ്ടെടുക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
കാലത്തിന് മുൻപേ നിയോഗിച്ച പ്ലാസിഡച്ചൻ തന്റെ നിയോഗം പൂർത്തീകരിച്ച 1985 ഏപ്രിൽ 27 ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരികെ പോയി. നമ്മുടെ നാട്ടിൽ ജനിച്ച് നമ്മുടെ ഇടയിലൂടെ സഞ്ചരിച്ച് നമ്മുടെ അടുത്ത് തന്നെ ചെത്തിപ്പുഴ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആധുനിക സീറോ മലബാർ സഭയുടെ പിതാവെന്നറിയപ്പെടുന്ന പ്ലാസിഡച്ചനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പോസ്തലേറ്റ് എന്റെ സ്റ്റഡി സർക്കിൾ ടീം ഒക്ടോബർ 18 വെള്ളിയാഴ്ച, അടുത്ത മാസം 18-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 9 മണിക്ക് ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നു. ഇതിൽ ആർക്കും പങ്കെടുക്കാം. താല്പര്യമുള്ള ആർക്കും രൂപതയോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു വിഭാഗീയതയില്ല. ആർക്കും പ്ലാസിഡച്ചനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം പങ്കെടുക്കാം. ഈ പുണ്യ പുരോഹിതൻ ജനിച്ചിട്ട് ഈ വർഷം, അതായത് ഒക്ടോബർ മാസം 3-ന് 125 വർഷം തികയുകയാണ്. പ്രാർത്ഥനയോടെ അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അദ്ദേഹം നമ്മുടെ സഭയെ വീണ്ടെടുക്കാൻ നടത്തിയ പോരാട്ടങ്ങൾ അടുത്തറിയാനും ഈ വെബിനാർ ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ പോസ്റ്റർ റിലീസ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ സിന്ധു. താങ്ക് യു. താങ്ക് യു ശ്രീ ജോ കാവാലം. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണമെന്ന അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. എന്നാൽ ഞാൻ അതിലൊരു ചെറിയ ചേഞ്ച് വരുത്തുന്നു. സീറോ മലബാർ സഭ എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. ഞാനിത് പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ ഷാജേഷ് കുത്രപ്പള്ളിയെ പറ്റിയാണ്. അദ്ദേഹമാണ് ഇനിയത്തെ Q&A അത്ര ഡെഡിക്കേറ്റഡ് ആയി സഭയ്ക്കായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. മ്യൂട്ടാണ്. ഈശ്വരത്തെ പ്രിയപ്പെട്ട ടെജേച്ച, ജിജോച്ച, ശ്രീ ബിജു മട്ടാഞ്ചേരി, ശ്രീ ജോ കാവാലം, ഇന്നത്തെ നമ്മുടെ ക്ലാസ് അതിമനോഹരമായിട്ട് നോർക്കയെ കുറിച്ച് പറഞ്ഞ ശ്രീ ബിജു ടൊമിനിക്ക്, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സുകളിൽ കേട്ട കാര്യങ്ങള് നമ്മളിൽ പലർക്കും ഇത് പുതുമയുള്ളതാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഇവിടെ ഞാൻ ഈ ഹാൻഡ് റൈസ് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്കിവിടെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ എഴുതാവുന്നത്, അതിനുള്ള മറുപടികൾ ശ്രീ ബിജു ടൊമിനിക്ക് നമുക്ക് നൽകുന്നതായിരിക്കും. ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്ന കേട്ടോ. അവിടെ ഹാൻഡ് റൈസിന്റെ സിമ്പിള് അവിടെ റിയാക്ട് എന്നും പറഞ്ഞ ഒരു ലവ് സിമ്പിൾ കിടപ്പുണ്ട്. അതിന്റെ റൈറ്റ് സൈഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് റെക്കഗ്നൈസ് ഹാൻഡ് ജസ്റ്റർ എന്നും പറഞ്ഞു വരും. ഇനി അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നേരിട്ട് ചോദിച്ചാലും കുഴപ്പമില്ല. അല്ല, അത് അൺമ്യൂട്ട് ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. അപ്പൊ പിന്നെ കുഴപ്പമില്ല, നേരിട്ട് ചോദിച്ചാലും. ഈ സംശയമില്ലാതെ വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നിൽ ആർക്കും ഒന്നും മനസ്സിലായില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാം മനസ്സിലായി. അല്ല, അങ്ങനെ ചോദിക്കാൻ ഒരു മടിയുണ്ടായിരിക്കും. ഞാൻ ഒരാൾ ചോദിച്ചു തുടങ്ങിയാൽ പിന്നെ ചോദിച്ചോളൂ. അതെ. ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. ഇപ്പൊ നമ്മള് പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇപ്പം നമ്മളിപ്പോ ഇത്രയും ക്ലാസ് കേട്ടു. ഈ പ്രവാസികളായിട്ടുള്ളവരുടെ ഭാര്യമാരുണ്ടല്ലോ ഇവിടെ, അപ്പൊ അവർക്ക് ജോലി ഇല്ലാത്തവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിൽ അംഗത്വം എടുക്കാൻ സാധിക്കുമോ? അവർക്ക് ക്ഷേമനിധി ബോർഡിൽ അംഗമാകാൻ സാധിക്കുമോ? അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ കൊള്ളാം. ഇപ്പോഴത്തെ സാഹചര്യത്തില് ക്ഷേമനിധി എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ ഡിപ്പോസിറ്റ് ചെയ്തിട്ടെടുക്കുന്ന ഒരു പദ്ധതിയാണ് ക്ഷേമനിധി പദ്ധതി. അതുകൊണ്ട് ഹൗസ് വൈഫ്സ് ആയിട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യാത്ത ആളുകൾ, ബിസൈല്
ഹൗസ് വൈഫ് എന്നോ അല്ലെ അങ്ങനെയുള്ള ഡെസിഗ്നേഷൻ വരുന്ന ആളുകൾക്ക് സാധാരണഗതിയിൽ ഇത് പാസ്സായി കിട്ടാറില്ല. ഒരു പക്ഷെങ്കിൽ ചിലപ്പോൾ ചില 1-2 പേരുടെയൊക്കെ കിട്ടി കാണും. എങ്കിലും ബഹുഭൂരിപക്ഷം റിജക്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പൈസയിൽ അടച്ചു കഴിഞ്ഞിട്ട് അവസാനം പെൻഷൻ തരേണ്ട സമയം ആകുമ്പോഴത്തേനും അവർക്ക് അത് റിജക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. പ്രധാനമായിട്ടും പ്രവാസികളായി ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് ഇതിനായിട്ടുള്ള അവകാശമുള്ളത്. ഓക്കെ, വളരെ കൃത്യമാണ്. ഇവിടെ വേറൊരാൾ സണ്ണി തോമസ് എന്ന് പറഞ്ഞ ഒരാള് ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഐ ഹാവ് നോർക്ക ID card ബട്ട് എക്സ്പയർഡ്. ഹൗ വി ക്യാൻ റിന്യൂ ഇറ്റ് ആൻഡ് വാട്ട് ആർ ദ ഡോക്യുമെന്റ്സ് നീഡഡ്? ഡോക്യുമെന്റ്സ് സെയിം ഡോക്യുമെന്റ്സ് ആയിരിക്കും. സെയിം ഡോക്യുമെന്റ്സ് വേണം. സെയിം റിന്യൂ ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇനി അതൊരു പുതുതായിട്ട് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ റിന്യൂ ചെയ്യണമെങ്കിൽ അതേ ഡോക്യുമെന്റ് വെച്ചിട്ട് നമ്മൾ 3 മാസം മുമ്പ് മുതലെങ്കിലും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ കാർഡ് എക്സ്പയർ ആകുന്നതിന് മുമ്പ് നമ്മൾ റിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ട് കാർഡ് എടുക്കാം. അതിന് ഇതേ സെയിം റേറ്റും പ്രോസസ്സും എല്ലാം സെയിം ആണ്. UAE എവിടെയാണ് നോർക്കയുടെ ഓഫീസ്? സാൽവിനിലേക്ക് വരാം. UAE എവിടെയാണ് നോർക്കയുടെ ഓഫീസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നോർക്കയ്ക്ക് UAE ഓഫീസ് ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല. പക്ഷേ ഇതുപോലെ നമ്മൾ പല സംഘടനകളും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നോർക്ക പ്രധാനമായിട്ടും കേരളത്തിലെ 3 സ്ഥലങ്ങളിലാണ് കേരളത്തിൽ ഓഫീസുകളുള്ളത്. ഓക്കെ, എന്റെ പേര് സാൽവിൻ. ഞാനിപ്പം ഖത്തറിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഞാൻ ഓൾറെഡി ഈ നോർക്ക കാർഡും പ്രവാസിയുടെ ഈ ഇൻഷുറൻസും ഇതൊക്കെ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ 5 വർഷത്തിന് മുകളിലായിട്ട് ഞാൻ ഈ പേയ്മെന്റ് ഒക്കെ എല്ലാ വർഷവും കറക്റ്റായിട്ട് പേയ്മെന്റ് ചെയ്യുന്നതാണ്. ഇനി ഒരു വർഷം ഞാൻ 5 വർഷം കഴിഞ്ഞ് ഇപ്പൊ അടയ്ക്കുന്നില്ലേലും ഇത് എനിക്ക് 60 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പെൻഷൻ ഇത് കമ്പൽസറി ആയിട്ട് അവിടെ നിന്ന് തരുമോ? അതോ അതിന്റെ ഇനിയും പെനാൽറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഇത് ക്യാൻസൽ ആകാനായിട്ട് ചാൻസ് ഉണ്ടോ? 5 വർഷം കഴിഞ്ഞതുകൊണ്ട് മാത്രം കിട്ടത്തില്ല. നമ്മൾ 60 വയസ്സ് പൂർത്തിയാകുന്നത് വരെ പൈസ അടച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. 5 വർഷം അടച്ചോണ്ട് പറഞ്ഞില്ല, 60 വയസ്സ് വരെ നമ്മൾ ചെയ്തോണ്ടിരിക്കും. അതായത് ഒരു വ്യക്തിക്ക് പെൻഷൻ അർഹത എന്ന് പറയുന്നത് മിനിമം 5 വർഷമെങ്കിലും അടച്ചിരിക്കണം. പക്ഷേ ഫോർ എക്സാമ്പിൾ 30 വയസ്സിൽ ഒരാൾ പെൻഷൻ എടുത്താൽ, പെൻഷൻ പ്ലാനിൽ അംഗമായാൽ ബാക്കിയുള്ള 30 വർഷവും പൈസ അടയ്ക്കണം. ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം അടച്ചുകൊണ്ടിരിക്കുന്ന 60 വയസ്സ് വരെ ഞാൻ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്റെ പെൻഷന്റെ വിഹിതവും കൂടണ്ടേ? വിഹിതം 7,000 രൂപ വരെ, 7,000 വരെയാണ് മാക്സിമം. അതെ, മാക്സിമം ഉള്ളു ഇപ്പത്തെ രീതിക്ക്. പക്ഷെ ഓരോ വർഷം ചെല്ലും തോറും ഇതിന്റെ ഇത് കൂടുന്നുണ്ട് കേട്ടോ. നമ്മള് നേരത്തെ ഞങ്ങള് മാത്രമല്ല ഒരു കാര്യം കൂടെ, ഈ അടച്ച അത്രയും തുക 60 വയസ്സ് തികയുമ്പം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, പ്ലസ് പെൻഷൻ കിട്ടും എന്നുള്ള കാര്യം മറക്കരുത്. അതാണ് പോയിന്റ്. നമ്മൾ ഇത്ര അടച്ച എമൗണ്ട് നമ്മൾ 60 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ വരികയും അത് കൂടാതെ നമുക്ക് പെൻഷനിൽ നമ്മൾ ഓക്കെ അതൊരു ക്ലിയർ പോയിന്റ് ആണ്. താങ്ക് യു. ഓക്കെ, ഞാൻ ബിജോയ് ഖത്തറിൽ നിന്നാണ്. ചോദിച്ചു. അപ്പൊ സ്റ്റുഡന്റ് ID കാർഡ് എടുക്കുന്നുള്ള പ്രൊസീജിയർ എങ്ങനെയാണ് നോർക്ക? സ്റ്റുഡന്റ് ID കാർഡിനുള്ള ഇതെന്ന് പറയുന്നത്, നമ്മൾ ഈ സ്റ്റുഡന്റ് ID കാർഡ് എടുക്കാനും ഇതേ സെയിം നോർക്ക ID കാർഡ് എടുക്കുന്ന പോലെ തന്നെ വിദേശത്ത് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടി അവിടെ പഠിക്കുന്ന സ്ഥലത്തുള്ള ഇത് എന്താ പറയുന്ന ഒരു പ്രൂഫ്, അവിടെ വിദേശത്ത് പഠിക്കുന്നു എന്നുള്ള ബാക്കിയുള്ള ഡോക്യുമെന്റ്, പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ്, അഡ്രസ് പേജ്, മറ്റെന്തെങ്കിലും ഐഡികൾ ഉണ്ടെങ്കിൽ ID, പിന്നെ പാസ്പോർട്ട് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഓഫീസിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് അപ്ലൈ ചെയ്ത് സ്റ്റുഡന്റ് ID കാർഡ് തരുന്നതായിരിക്കും. ആള് സ്ഥലത്ത് വേണമെന്ന് ഇല്ലല്ലോ? ഇല്ല. സർവീസ് സെന്ററിൽ നമുക്ക് എവിടെയാണെങ്കിലും അക്ഷയ ആണെങ്കിലും നമ്മുടെ അക്ഷയയിൽ ചെയ്യാം, നമ്മുടെ ചങ്ങനാശ്ശേരി പ്രവാസി പ്രസിഡന്റ് ഓഫീസിൽ ചെയ്യാം, എന്ത് വേണം. ചങ്ങനാശ്ശേരി പ്രവാസി പ്രസിഡന്റ് ഓഫീസിലാണെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ വഴി സാധനങ്ങൾ അയച്ചു കൊടുത്താൽ അവരത് ചെയ്തു തരുന്നതായിരിക്കും. സാർ, അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കാര്യം കൂടെ, ഈ വിദേശത്ത് പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ വിദേശം എന്ന് പറയുമ്പോൾ ഇന്ത്യയില, നാട്ടിൽ തന്നെയാണ്. നാട്ടിൽ ഹയർ സ്റ്റഡീസ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അത് പറ്റുമോ? ഇല്ല, നാട്ടിൽ ഹയർ സ്റ്റഡീസിന് പഠിക്കുന്ന കുട്ടികൾക്കില്ല, ഇത് വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ. അല്ല, വിസ പുറത്തുള്ള വിസ, അതായത് ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. ബിജേട്ടാ, നോബിളാണ് അബുദാബിന്ന്. താങ്ക്സ്, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഞാനിപ്പം ഒന്നിനും അപ്ലൈ ചെയ്തിട്ടില്ല, എനിക്ക് നോർക്കയുടെ ഒരു ID ഇല്ല. അപ്പം ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്?
ചങ്ങനാശ്ശേരിയുടെ ആ വാട്സാപ്പ് നമ്പറിൽ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്താൽ മതിയോ അതോ അയച്ചു അബുദാബിയുടെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് നമ്മൾ ആരെങ്കിലും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഡോക്യുമെന്റ് വേണം നമുക്ക് അറിയിച്ചു തരും. അതനുസരിച്ച് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസയും നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്താൽ അവർ അവിടെ നിന്ന് അപ്ലൈ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് എടുക്കും. ഞാനൊരു കാഞ്ഞിരപ്പള്ളി രൂപതക്കാരനാണ്, കുഴപ്പമില്ലല്ലോ ചങ്ങനാശ്ശേരി? അങ്ങനെയല്ല, നമ്മള് രൂപതക്കാർ നോക്കിയിട്ടൊന്നും അല്ല, അല്ലാതെ എല്ലാ നാനാ ജാതി മതസ്ഥർക്ക് നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ബാക്കി കേരള സർക്കാരിന്റെ ബാക്കി പെൻഷനുകളുടെ അവസ്ഥ അറിയാമല്ലോ. ആ ഒരു അവസ്ഥയിലോട്ട് ഇതും ഇപ്പൊ ഇതുവരെ ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമില്ല, മുന്നോട്ടും കുഴപ്പമുണ്ടാകില്ല എന്നാണ് നമ്മുടേത്. കാരണം നമ്മൾ പൈസ ഡിപ്പോസിറ്റ്, ബാക്കിയുള്ള പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കൊടുക്കുന്നതാണ്. നമ്മൾ അങ്ങനെയല്ല, നമ്മളൊരു കോൺട്രിബ്യൂട്ടറി പെൻഷനാണ്. ഓക്കെ താങ്ക് യു ബിജു. ഇതെല്ലാം ഒരു ഓൺലൈനിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, അതോട് പറഞ്ഞിട്ട് നമുക്കിതെല്ലാം നോർക്ക ഓൺലൈൻ വെബ്സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോർക്ക ഓൺലൈൻ വെബ്സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കൃത്യമായ സൈസ്, അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സൈസും റെസൊല്യൂഷനും അനുസരിച്ചുള്ള ഡോക്യുമെന്റുകൾ എടുത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാവൂ. അതേതാ സൈസ് എന്നൂടെ പറയാമോ? അല്ല, അതിൻ്റെ അകത്ത് അവരുടെ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, കൃത്യമായ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എത്ര സൈസ് വേണം, അല്ലെങ്കിൽ എത്ര കൂടാൻ പാടില്ല, റെസൊല്യൂഷൻ എത്ര വേണം എന്നെല്ലാം കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നു. ബിജേട്ടാ ഒരു ഉപകാരം, ആ ലിങ്കുകളൊന്ന് ഗ്രൂപ്പിൽ, വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ഷെയർ ചെയ്യുമായിരുന്നതിൽ സ്വയമായിട്ട് ചെയ്യുന്നവർക്ക് അതൊരു ഉപകാരമായിരുന്നു. ഓക്കെ, വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ചെയ്യാം, കുഴപ്പമില്ല. ഇതിന്റെ PPT എല്ലാവരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ആ മെയിൻ പോയിന്റ്സ് പറയുന്ന എങ്ങനെ റിന്യൂ ചെയ്യാം, എങ്ങനെ സ്കീംസ് എടുക്കാം, അതിന്റെ എല്ലാം ഒരു PPT പ്രസന്റേഷൻ ഇടുവായിരുന്നേ നല്ലതായിരിക്കും, അല്ലെങ്കിൽ JPG ആണെങ്കിലും. തീർച്ചയായിട്ടും ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇടാം. സാറേ, എനിക്കൊരു ചോദ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇതിന് വർക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ലേറ്റ് ആയിട്ടാണ് ചേർന്നത്. അടുത്ത വർഷത്തെ ആദ്യത്തോടുകൂടി ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിൽ പോയി സെറ്റിൽ ആയിരിക്കും. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ ഇതിന്റെ പേയ്മെന്റ് ബാക്കിയുള്ള ഞാൻ നാട്ടിൽ പേ ചെയ്താൽ മതിയോ, എങ്ങനെയാണ്? ഒരു കുഴപ്പമില്ല. 60 വയസ്സായോ സാറിന്? ഇല്ല, 60 വയസ്സ് വരെ അടയ്ക്കണം. ഓക്കെ. ഒരു ചോദ്യം, ഒരു മിനിറ്റ്. Is there any difference between Norca pension scheme and other Pravasi schemes, or can I migrate to Norca pension scheme from the existing Pravasi pension schemes that has been not been continuing for few years? ചോദിച്ച അതൊന്നും കൃത്യമായിട്ട് പറഞ്ഞാലേ എനിക്ക് പറയാനൊക്കെയുള്ളൂ. കാരണം ഏതാണ് നോർക്ക പെൻഷൻ സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം എന്ന് പറയുന്നതില്ല. ഒന്ന്, പെൻഷൻ പദ്ധതി നടത്തുന്നത് കേരള പ്രവാസി ക്ഷേമനിധി ബോർഡാണ്. നോർക്ക ഡയറക്റ്റ് ആയിട്ട് ഒരു പെൻഷൻ പദ്ധതി നടത്തുന്നില്ല. അതിനിപ്പം അദ്ദേഹത്തെ ആരെങ്കിലും വേറെ ഏതെങ്കിലും പേരിലാണോ പെൻഷൻ എന്നുള്ള പേരിൽ കളക്ട് ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല. അതിന്റെ കൃത്യമായ ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് പരിശോധിച്ചതിന് ശേഷം മറുപടി പറയാം. അതായത് നോർക്കയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് പെൻഷൻ സ്കീം ഇല്ല. ഞാൻ ബെഹൻ ജോസഫ് ആണ്, ഞാൻ ദുബൈയിൽ നിന്നാണ് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ ഇത് അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ഞാനും എൻ്റെ വൈഫും ഇതിൽ ജോയിൻ ചെയ്തതാണ്. വൈഫും ഇപ്പൊ നാട്ടിലാണുള്ളത്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും 60 വയസ്സ് വരെ ഇത് കംപ്ലീറ്റ് പേയ്മെന്റ് ചെയ്യണം. അത് അല്ലെ, അത് മനസ്സിലായി ഓൾറെഡി? ഓക്കെ. അത് അപ്പോൾ 60 വയസ്സാകുമ്പോൾ ഞങ്ങൾക്ക് അതിന്റെ പൈസ കിട്ടുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് പെൻഷനും കണ്ടിന്യൂസ് വരും. തീർച്ചയായിട്ടും. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്. ഹലോ, ജോ എന്ന് പറഞ്ഞ ആൾ കുറച്ചു നേരമായിട്ട് നിൽക്കുന്നു. സാറേ, ഞാൻ എൻ്റെ 2 മക്കള്, ഒരാള് ദുബൈയിലും ഒരാൾ കാനഡയിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ചങ്ങനാശ്ശേരി പ്രവാസി ഓഫീസിൽ വന്നാല് എല്ലാരെ കുട്ടികളെ നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പറ്റുമോ? അതെങ്ങനെ, അതിനൊക്കെ കൊണ്ടുവരണ്ടേ? അതിന് ഡോക്യുമെന്റ് വേണ്ടത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന പോലെ തന്നെ പിള്ളേരുടെ പാസ്പോർട്ടിന്റെ അഡ്രസ് പേജ്, ഫ്രണ്ട് പേജ്, പിന്നെ വിസയുടെ അല്ലെങ്കിൽ ഇപ്പം UAE-ലാണെങ്കിൽ എമിറേറ്റ്സ് ID-യുടെ കോപ്പി, ഒരു ഫോട്ടോഗ്രാഫ്, അവരുടെ സിഗ്നേച്ചർ ഫോട്ടോ എടുത്തതിന്റെ ഒരു കോപ്പി. ഇത്രയും കാര്യങ്ങളും ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നോർക്ക ID കാർഡ് എടുക്കാവുന്നതാണ്. പിന്നെ പെൻഷൻ പദ്ധതി ഇപ്പോഴേ എടുക്കുമ്പോഴത്തേന് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവര് ഫുള്ളായിട്ട് അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പോഴേ എടുക്കാവുന്നതാണ്. അപ്പൊ ഇത് നമ്മുടെ ഗ്രൂപ്പിൽ ഒന്നിട്ടേക്കാം എന്നാക്കാ വേണ്ടെന്നുള്ള കാര്യം. താങ്ക് യു സാർ. 2 ചോദ്യങ്ങളോട് ഇവിടെ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. അതായത് 60 വയസ്സ് വരെ പ്രീമിയം എമൗണ്ട് അടയ്ക്കണം എന്നുള്ളത് നിർബന്ധമാണല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിൻസ് ജോസഫ് ചോദിച്ചിരിക്കുന്നത്. നിർബന്ധമാണ്. അപ്പം ഇനി രണ്ടാമത്തെ ചോദ്യം,
നോർക്ക ഐ ഡി എക്സ്പയർഡ് ലാസ്റ്റ് ഇയറിൽ നോർക്ക ഐ ഡി എക്സ്പയർ ആയി, അത് റിന്യൂ ചെയ്താൽ സെയിം ഐ ഡി നമ്പറിൽ വെച്ച് റിന്യൂ ചെയ്യാൻ പറ്റുമോ, അതോ പുതിയ കാർഡിന് അപ്ലൈ ചെയ്യണോ? പുതിയ കാർഡിന് അപ്ലൈ ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റാബേസ് ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല, അത് നമ്മുടെ ഓഫീസിൽ നിന്ന് കൃത്യമായിട്ട് പഴയ ഐ ഡി നമ്പർ എടുത്തിട്ടാണ് അവർ കളക്ട് ചെയ്ത് കൊടുക്കുന്നത്. എവിടെ ചെന്നാലും പഴയ ഐ ഡി ഉണ്ടെങ്കിൽ ഐ ഡിയുടെ കോപ്പി കൂടെ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അതനുസരിച്ചാണ് അവരത് അപ്ലൈ ചെയ്യുന്നത്. സാറേ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ഇയർ മന്ത്ലി 3,500 എന്നുള്ളത് അത് നമ്മൾ കൂടുതലായിട്ട് പേ ചെയ്താൽ 60 വയസ്സ് വരെ കൂടുതലായിട്ട് പേ ചെയ്ത് അതിന് ആനുപാതികമായിട്ട് നമ്മുടെ പെൻഷൻ കൂടുതൽ കിട്ടുമില്ലേ? അതെ അതെ, 7,000 രൂപ വരെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ 7,000 രൂപ വരെയാണ് പെൻഷൻ. കഴിഞ്ഞ വർഷം വരെ അത് കഴിഞ്ഞ മുമ്പത്തെ ഒരു 10 മാസം മുമ്പ് വരെ അത് 3,000 രൂപയും 6,000 രൂപയും ആയിരുന്നു. കഴിഞ്ഞ വർഷം സർക്കാർ അത് ഇപ്പം 3,500 7,000 ആക്കിയിട്ടുണ്ട്. അതുപോലെ കാലാകാലങ്ങളിൽ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഞാൻ ചോദിച്ച ചോദ്യം, നമ്മളിപ്പോ മാസം 3,500 പോലെ നമ്മൾ മാസം 10,000 അങ്ങനെ ഇടും ഒരു 5 വർഷത്തേക്ക്. അതുകൊണ്ട് അങ്ങനെ അല്ല, അത് ഇല്ല. മാസം 350 രൂപയുള്ളൂ, 3,500 ഇല്ല, 350 രൂപ. ഇയർലി 3,500 എന്നുള്ളത് നമ്മൾ ഇയർലി ഒരു 10,000 ആയിട്ട് അങ്ങനെ ഇടുക, അല്ലാതെ അങ്ങനെയല്ല. നമുക്ക് 5 വർഷത്തെയോ 10 വർഷത്തെയോ എത്ര വേണേലും ഒരുമിച്ച് അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ട്. അധികമായിട്ട് ആ സ്കീമിന്റെ അധികം ഇടാനുള്ള ഇതില്ല. ഇല്ല ഇല്ല ഇല്ല. 2 പേരുടെ കൈ ഉയർത്തിയിട്ടുണ്ട്. നമുക്കിതൊരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യണം ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷന്. റിനി ജോസും സാൽബിനും ചോദിച്ചിട്ടുണ്ട്. സാൽബിൻ നേരത്തെ ചോദിച്ചാ, റിനി ഒന്ന് ചോദിച്ചോളൂ. ബ്രദറെ, ഞാൻ ഖത്തറിൽ നിന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ പേരന്റിന് നോർക്കയിൽ ഇത് ഓൾറെഡി കാർഡെല്ലാം ഉണ്ട്, പിള്ളേര് വിസ ഖത്തറിലുള്ളതാണ്, നാട്ടിൽ പഠിക്കുക. അപ്പൊ അവർക്ക് ഇനി ഒരു ഹയർ സ്റ്റഡീസിന് എന്തെങ്കിലും നോർക്ക വഴി ബെനിഫിറ്റ്, സ്റ്റൈപ്പൻഡ് മീൻസ് ലോൺ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? നോർക്ക വഴി ലോൺ എന്നുള്ളൊരു സംവിധാനമില്ല. പിന്നെ നോർക്ക ചെയ്യുന്ന ഈ പ്രവാസി ക്ഷേമനിധി ബോർഡൊക്കെയാണ് അതിനുള്ള വിദ്യാഭ്യാസ സഹായം നൽകുന്നത്. അതൊരു വലിയ തുകയൊന്നുമല്ല. പക്ഷെങ്കിൽ എന്നാ പറയുന്നത്, കുഞ്ഞുങ്ങളുടെ വിദേശത്ത് പഠിക്കുമ്പോഴത്തേനുള്ള ഈ നമ്മള് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ളതോ അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്സിനോ ഒക്കെ നോർക്ക സഹായിക്കാൻ പറ്റുന്നത്. അല്ലാതെ അവരൊരു ലോൺ സംവിധാനം അങ്ങനെയുള്ള കാര്യമില്ല. ഫിനാൻഷ്യലി ഒരു ഹെൽപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഫിനാൻഷ്യലി നോർക്കയിൽ നിന്ന് അങ്ങനെ ഒരു ഹെൽപ്പ് ഈ വിദ്യാഭ്യാസത്തിനായിട്ട് കൊടുക്കുന്നില്ല. അതുപോലെ ഒരു കാര്യം കൂടെ, സോറി, നമ്മുടെ കാർഡ് ഇപ്പൊ വൺസ് എക്സ്പയറി ആയി കഴിഞ്ഞപ്പോ നമ്മള് കുറച്ച് പൈസ ഇപ്പൊ ഒരു 3 ഇയർ നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്സ്പയറി ആയി കഴിഞ്ഞ് പിന്നെ നമ്മൾ റിന്യൂ ചെയ്യുമ്പം ആ പേയ്മെന്റ് ചെയ്ത് ആ പൈസ നമുക്ക് കിട്ടുമോ, അതോ ആദ്യം തൊട്ട് വൺസ് നമ്മൾ തുടങ്ങുകയാണോ? ഇല്ല, ഇത് ഈ എക്സ്പയറി ആകുന്നത് പറഞ്ഞത് പ്രവാസി ID കാർഡാണ്. മറ്റത് ക്ഷേമനിധി, പ്രവാസി ക്ഷേമനിധി പെൻഷൻ പദ്ധതിയാണ്. പെൻഷൻ പദ്ധതിയിൽ നമ്മളിപ്പോൾ അടച്ചു മുടങ്ങിപ്പോയാൽ പോലും നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും നമുക്ക് വേണമെങ്കിൽ അതിനെ ബാക്കിയുള്ള പെൻഡിങ് ആയിട്ടുള്ള പൈസ അടച്ച് അത് വീണ്ടും ആക്റ്റീവ് ആക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. സാൽബിൻ, ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് ചോദിച്ചേക്കാം. ഓക്കെ, ഞാൻ ഈ പ്രധാനമന്ത്രിയുടെ NPS സ്കീമിൽ ഞാൻ അംഗമാണ്. അപ്പം അത് ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലല്ലോ, അതും ഇതുമായിട്ട് യാതൊരു ലിങ്കും ഇല്ലല്ലോ. കാര്യം അത് കിട്ടുന്നോണ്ട് ഇത് കിട്ടാതിരിക്കുകയോ, ഇത് കിട്ടുന്നോണ്ട് അത് കിട്ടാതിരിക്കുകയോ ചെയ്യത്തില്ലല്ലോ. ഇല്ല ഇല്ല, ഏത് പെൻഷൻ ഏത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഈ ഇൻഷുറൻസ് ലഭിക്കും എന്നുള്ളതാണ് ഇവരെയുള്ള സാക്ഷ്യപ്പെടുന്നത്. താങ്ക് യു. ഒരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത്, ഞാനോ TGHനോ അല്ലെങ്കിൽ പ്രവാസി അപ്പസ്റ്റേറ്റ് ഇതിന്റെ ഒരു അവസാന വാക്കല്ല. ഞങ്ങൾ നോർക്കുന്ന ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. നമുക്ക് അവർ തരുന്ന ഇൻഫർമേഷൻസ് നമ്മൾ നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നതാണ്. നമ്മൾ കുറച്ചുകൂടെ പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടും ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും നമ്മൾ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഇത് പറയുന്നത്. എന്ന് പറഞ്ഞ് ഇത് ഒരു ഫൈനൽ ഡിസിഷൻ ആണ് അല്ലെങ്കിൽ ഫൈനൽ ഇതാണ് കിട്ടും എന്ന് പറഞ്ഞ് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാനുള്ളതുണ്ട്. അതുകൊണ്ട് ഒരു ചോദ്യം കൂടെ. ബിനോ തോമസ് കൈബുക്ക് ചെയ്യുന്നത്. ബിനോ തോമസ്. സാറേ, ഗുഡ് ഈവനിങ് സാറേ. എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുള്ളത്, എന്റെ ബ്രദറിന്റെ ഒരു കാര്യത്തിന് വേണ്ടി. എന്റെ ബ്രദർ 1.5 വർഷം മുമ്പേ ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. UAE നിന്ന് നാട്ടിലേക്ക് വന്നു. അങ്ങനെ പുള്ളി 1.5 വർഷം മുമ്പ് മരണപ്പെട്ടു. 3 സർജറിക്ക് ശേഷമാണ്. അപ്പം ആ നിലയിൽ ഇരിക്കുക പുള്ളിക്ക് പിന്നെ ജോലിയിൽ കണ്ടിന്യൂ, പിന്നെ അതിന്റെ ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ജോയിൻ ചെയ്യാനും പറ്റിയില്ല. അങ്ങനെ നാട്ടിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ നോർക്കയുടെ കാർഡോ അങ്ങനെയുള്ള യാതൊന്നും ഇല്ല. അപ്പം അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഇത് ചെയ്യാനായിട്ട് അവരുടെ പഠിത്തത്തിനോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ള ഒരു സംശയം. എനിക്ക് അതിനകത്ത് ഒരു കൃത്യമായിട്ടൊരു മറുപടി ഇപ്പൊ പറയാൻ പറ്റത്തില്ല. ബിനോ, വിജോട്ടോ,
വിചേട്ടൻ അതാണ് ഈ ഇതിന്റെ ഇഷ്യൂ. അതായത് നിങ്ങൾ ഈ നോർക്ക ID കാർഡ് എന്ന് പറയുന്നത് വെറും 350 രൂപ എടുത്ത് മുടക്കി പലരും, ഇപ്പൊ ഞാൻ ഈ പ്രവാസി 5 വർഷമായി ശുശ്രൂഷ ഇറങ്ങിയിട്ട് പലരും പറയുന്നതാണ്, പലരുടെ കയ്യിൽ ഈ നോർക്ക ID കാർഡ് നിർബന്ധമായി നിങ്ങളുടെ കയ്യിൽ, നിങ്ങളൊരു കേരളത്തിന്റെ പ്രവാസിയാണെന്ന് കേരള സർക്കാരിന് ID കാർഡാണ്, അതൊരു ഇൻഷുറൻസ് കാർഡും കൂടിയാണ്. 4 ലക്ഷം രൂപ പരീക്ഷയുണ്ടോ, അതില്ലാതെ വന്നത് അവർ തരത്തില്ല. ഉണ്ടോ? അതാണ് നമ്മൾ ജനത്തെ ബോധ്യപ്പെടുത്തേണ്ടത്. ഇനി 2-3 കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് തന്നെ അവസാനിപ്പിച്ചോട്ടെ. നിങ്ങൾ ചെറിയ കണക്ക്, നമ്മൾ അതായത് മിനിമം 5 വർഷം അടയ്ക്കണം. 350 × 12 മാസം 350 രൂപ വെച്ചാൽ 4200 രൂപ. 4200 × 5 എന്ന് പറയുന്നത് 27000 രൂപ. മിനിമം 5 വർഷം അടയ്ക്കുക. അതായത് 55 വയസ്സ് പ്രായമുള്ള ഒരാളിൻ്റെ അകത്ത് ചേർന്നാൽ 60 വയസ്സാവുമ്പോൾ പെൻഷൻ കിട്ടും. അത് 27000 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇനിയും കേൾക്കാൻ പോകുന്നതാണ് അത്ഭുതം എന്ന് പറയുന്നത്. 27000 രൂപ കൊടുക്കുന്ന ഒരാൾക്ക് 27000 രൂപ കിട്ടുകയും ചെയ്യും 60ാമത്തെ വയസ്സിൽ. പിന്നീട് ഓരോ മാസവും 350 രൂപ വെച്ച് കിട്ടും. അങ്ങനെ ഓരോ മാസം 350 രൂപ വെച്ച് 12 മാസം കിട്ടിയാൽ 42000 രൂപ കിട്ടും. എവിടെ കിട്ടും ഇത്? ഉണ്ടോ? അതോ വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണിത്. അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് എഴുതി കൂട്ടിയാൽ നിങ്ങൾക്ക് അച്ഛൻ പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, ഞാൻ എപ്പോഴും എൻ്റെ പ്രവാസികളോട് പറയുന്നതാണ്, നിങ്ങൾക്ക് ഇപ്പം 2 പേർക്കും ജോലിയുണ്ട്, കൈ നിറയെ ചിലവർക്ക് പണം ഉണ്ടാകും, ചിലവർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാകാം. പക്ഷെ നിങ്ങൾ 60ാമത്തെ വയസ്സിനെ കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണും. 60ാമത്തെ വയസ്സ് നിങ്ങളുടെ പൊസിഷൻ എന്താ? അത് ഈ നാട്ടിലിരിക്കുന്ന അച്ഛനെ പിടികിട്ടത്തുള്ളൂ. നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്, നിങ്ങൾ നാട്ടിൽ വന്ന് നല്ല വീട് വെച്ചിട്ടുണ്ടാകാം, നിങ്ങളുടെ കൊച്ചുമക്കളുടെ മാമോദിസം കഴിയുമ്പം നിങ്ങളുടെ പോക്കറ്റ് ബിഗ് സീറോയാവും. പ്രവാസികളുടെ പോക്കറ്റ് ബിഗ് സീറോയാവും. ഈ പ്രവാസികളുടെ പ്രത്യേകത എന്താ? നിങ്ങൾ ചെറുപ്പകാലത്തെ മരുഭൂമിയിലേക്ക് കയറിയവരാ, അധ്വാനിച്ച് ജീവിച്ചവരാ. അതുകൊണ്ട് എന്താ പറ്റുന്ന പ്രോബ്ലം? നിങ്ങൾക്ക് കൊച്ചുമക്കളോട് പോലും നിങ്ങൾ കൈ നീട്ടത്തില്ല. അവസാന വാർദ്ധക്യത്തിൽ ഞാൻ ഇപ്പൊ കാണുന്നുണ്ട് ധാരാളം പ്രവാസികൾ ബുദ്ധിമുട്ടുന്നത്. അന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ, അതായത് 3500 രൂപ മിനിമം പെൻഷൻ അച്ഛൻ പറയുന്നത്, 3500 രൂപ എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന 3 ലക്ഷത്തെക്കാളും ടേസ്റ്റ് ഉള്ളതായിട്ട് മാറും. മറക്കരുത് നിങ്ങൾ. അന്ന് കിട്ടുന്ന 3500 രൂപ എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന 3 ലക്ഷത്തെക്കാളും ടേസ്റ്റ് ഉള്ളതായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം ബോധപൂർവം ഇതെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇത്ര അച്ഛൻ നോക്കാം. താങ്ക് യു. ഒരു ചോദ്യം. അതായത് ഒരു മിനിറ്റ് 2 പേര് ഇവിടെ കൈ പൊക്കിയിട്ടുണ്ട്. അതും പറഞ്ഞ് 2 ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നീണ്ടു പോകുന്നു. ഈ പെൻഷൻ സ്കീം എന്ന് പറയുന്നത് ട്രാൻസ്ഫറബിൾ ആണോ? നമ്മളിപ്പം കുടുംബനാഥൻ ഇവിടെ വർക്ക് ചെയ്തു, അപ്പൊ 60 വയസ്സിന് ശേഷം ഒരു ഡെത്ത് വന്നു കഴിഞ്ഞാൽ അത് ജീവിത പങ്കാളിക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുമോ? ഇല്ല, ആനുകൂല്യം കിട്ടും. ഫുൾ പെൻഷൻ ആയിട്ടല്ല. അതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഞാൻ എടുത്തിട്ട് പറഞ്ഞുതരാം. കാരണം വെച്ചാൽ അത് ഏകദേശം അച്ഛനൊരു ഉദാഹരണം പറയാം. 60 വയസ്സ് വരെ പോകണ്ട. നിങ്ങൾ 5 വർഷം കഴിയുമ്പം അത് ചേർന്ന പങ്കാളി, ചേർന്ന വ്യക്തി മരണപ്പെടുന്നു. നമ്മൾ ചേരുമ്പോൾ തന്നെ നോമിനി ഒരാളുടെ പേര് വെക്കും. ആ നോമിനിക്ക് ആ പെൻഷൻ 5 വർഷം കഴിയുമ്പോൾ തൊട്ട് പെർസെന്റേജ് കിട്ടി തുടങ്ങും. അപ്പൊ അത് ജീവിതകാലം മൊത്തം, ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ ലൈഫ് നോമിനിക്ക്. സജീവ് കുവൈറ്റ് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ചോദിച്ചല്ലോ, പെട്ടെന്ന് ചോദിക്കണേ. നമസ്കാരം. ഞാൻ ഈ ID കാർഡിന്റെ ഡൗട്ട് ചോദിക്കാനാണ്. ഈ ID കാർഡ് എക്സ്പയർ ആയി കഴിഞ്ഞിട്ട് നമ്മൾ റിന്യൂ ചെയ്യുന്നതിനെ കുറിച്ച് നേരത്തെ ഒരു ഇത് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ നമ്മൾ റിന്യൂ ചെയ്യുമ്പോൾ എനിക്ക് ഓൾറെഡി ഒരു എക്സ്പയർഡ് ID കാർഡ് ആണെങ്കിൽ ഞാനത് റിന്യൂ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫോം ഇപ്പൊ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പം നമുക്ക് എക്സിസ്റ്റിംഗ് കാർഡിന്റെ ഡീറ്റെയിൽസ് ഒന്നും എൻട്രി ചെയ്യുന്ന ഒരു ഏരിയ കണ്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ എങ്ങനെയാണ് അത് റിന്യൂ ചെയ്യുന്നത്? അല്ലെങ്കിൽ അതിന്റെ സെയിം നമ്പർ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിയുന്നതും ഈ കാർഡുകൾ നമ്മളിപ്പം ആ ഒരു സമയത്തിനുള്ളിൽ നിശ്ചിത കാലാവധിക്കുള്ളിൽ റിന്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതല്ല എങ്കിൽ ഈ പറയുന്നത് പോലെ ഒന്നേന്ന് വീണ്ടും എടുക്കുക എന്നുള്ളതാണ് ഒരു ഇത്. ID കാർഡ് നമ്മൾ കോപ്പി ചോദിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ എങ്കിലും അഡ്രസ് വെരിഫിക്കേഷന്റെ കാര്യങ്ങൾ വരുമ്പോഴത്തേന് ഇത് ചോദിക്കുന്നു. മുൻപ് ഒരു ID ഉണ്ടായിരുന്ന അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ നമ്മൾ ആവശ്യപ്പെടുമ്പോഴതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ID കാർഡ് റിന്യൂ ചെയ്യുന്നവരുടെ ഒരു കോപ്പി നമ്മൾ മേടിക്കുന്നത്. നമ്മൾ ID കാർഡ് 3 വർഷത്തിന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അതോടുകൂടി കഴിഞ്ഞു. വീണ്ടും ഡേറ്റാബേസിൽ നിന്ന് ഫുൾ ഡേറ്റാസ് മാറുമോ? ഏതാ? നോർക്കയുടെ ഡേറ്റാബേസിൽ നിന്ന് ആ ഡേറ്റാസ് എല്ലാം മാറും. ഡേറ്റാബേസിൽ നിന്ന് ആ ഡേറ്റ മാറും. കാരണം വെച്ചാൽ അത് വാലിഡ് അല്ല.
അപ്പൊ പുതുതായിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഓപ്ഷൻ. ഓക്കെ, പ്രിൻസ് ദേവസ്യയുണ്ട്, അതോടൊന്ന് ചോദിച്ചോട്ടെ. പ്രിൻസ് ദേവസ്യ. ബിജേട്ടാ, ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്റെ പേര് പ്രിൻസ്. സ്വാഭാവികമായിട്ട് ഇവിടെ ഈ ഒരു പദ്ധതിയിലേക്ക് അംഗമാകുന്നതിന്റെ കുറച്ച് ക്രൈറ്റീരിയസ് ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മള് മറ്റുള്ള രാജ്യത്ത് ഈ പൗരത്വം എടുക്കുന്നവർക്ക് ഇതിന് അപേക്ഷിക്കാൻ പറ്റുമോ? അതായത് ഇപ്പൊ OCI കാർഡാണ് നമുക്കുള്ളത്. ഇപ്പൊ ഇന്ത്യൻ പാസ്പോർട്ട്, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, അവര് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് മുന്നോട്ട് പ്രൊമോട്ട് ചെയ്യാത്തടത്തോളം നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ക്യാൻസൽ ആവുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇന്ത്യൻ പാസ്പോർട്ട് ക്യാൻസൽ ആകുന്ന സാഹചര്യത്തിൽ നമുക്ക് OCI കാർഡാണ് ഇന്ത്യ ഗവൺമെന്റ് നമുക്ക് തന്നിരിക്കുന്നത്. ആ കാർഡ് വെച്ച് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല, നിങ്ങൾ കേരളീയൻ അല്ലാതായി കഴിഞ്ഞു. ഇത് കേരളീയർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഇതാണ്. നിങ്ങളൊരു ഒരു രാജ്യത്ത്, ഒരു വിദേശ രാജ്യത്ത് പൗരത്വം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് OCI കാർഡ് എന്ന് പറയുന്നത് ആ രാജ്യത്തേക്ക് വരാനുള്ള ഒരു എന്നാ പറയുന്നത് ഒരു പെർമിഷൻ കാർഡ് എന്നുള്ളതേ ഉള്ളൂ. കാരണം നിങ്ങളുടെ പൗരത്വം ഓൾറെഡി ആ രാജ്യത്തേക്ക് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ കേരള സംസ്ഥാനത്തുള്ള ഒരു പദ്ധതിയുടെ ഒരു ബെനിഫിറ്റിന് നമുക്ക് അർഹതയില്ല എന്നുള്ളതാണ് സ്ഥിതി. ഓക്കെ, ഒരു ചോദ്യം വന്നിരിക്കുന്ന ഇതാണ്. 10 വർഷമായി മെമ്പർഷിപ്പ് ഉള്ള ആളാണ് ഞാൻ. ഇതുവരെയായിട്ടും എനിക്കൊരു ഇമെയിൽ നോട്ടിഫിക്കേഷൻ പോലും എനിക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നു. അത് കാർഡ് കിട്ടിയിട്ടുണ്ടോ? കാർഡ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല. മെമ്പർഷിപ്പ് കാർഡ് കിട്ടിയിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് പലരും ഒത്തിരി സംഘടനകളുടെ പേരിൽ വ്യാജ ID കാർഡുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ നോർക്കയുടെ ID കാർഡ് എടുക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID-യിലേക്കോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഏജൻസിയിലേക്കോ ID കാർഡിന്റെ കോപ്പി വരും. ഒരു മിനിറ്റ്, എൻ്റെ കയ്യിൽ ഇതിന്റെ കോപ്പി ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കായിരുന്നു. ഒരു ID കാർഡിന്റെ കോപ്പി വരും. ആ ID കാർഡിന്റെ കോപ്പി ആണ് നമ്മുടെ ID കാർഡ്. ഈവൻ ക്ഷേമനിധി ബോർഡിൽ ചേർന്ന് കഴിഞ്ഞാൽ അവരുടെയും ഒരു ID കാർഡ് നമുക്ക് ലഭിക്കും. ഓക്കെ, വേറൊരു ചോദ്യം ഉള്ളത്. ഞാൻ ഇപ്പോൾ ഉള്ളത് ഖത്തറിലാണ്. 2017 നോർക്കയുടെ ID കാർഡ് എടുത്തേക്കുന്നത്. അത് രാജ്യം മാറിയാൽ അത് റിന്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ, അതോ എങ്ങനെയാണ് അതിന്റെ? ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നുമില്ല. പിന്നെ ഒരു ചോദ്യമുള്ളത്, ഡു ദ ഹോൾഡർ നീഡ് ടു പേ ദ പ്രീമിയം ടിൽ 60 years ഇഫ് ദ ഹോൾഡർ ഡിസ്കണ്ടിന്യൂ ദ ജോബ് ഫ്രം അബ്രോഡ് ബിഫോർ 60 years? 60 വയസ്സിന് മുമ്പ് ജോലിയിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ആണെങ്കിൽ അത് നാട്ടിൽ പോയിട്ടും കണ്ടിന്യൂ ചെയ്യണമെന്നാ? ചെയ്യണം. വേണമെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് മാറ്റാം. അതായത് നമ്മൾ ഇപ്പോൾ ഉള്ളത് NRI സ്റ്റാറ്റസ് ആണ്. നമുക്ക് അത് കഴിയുമ്പോഴത്തേന് അവർ വെരിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റസ് മാറ്റാം. ഗൾഫ് റിട്ടേണി എന്നുള്ള ഇതിലേക്ക് നമ്മൾ സ്റ്റാറ്റസ് മാറ്റേണ്ടി വരും. ഓക്കെ രാജേഷേ, നമുക്ക് 10 മണിയായി. പിന്നെ ഒരു ചോദ്യം, ഇത് നമ്മളിവിടെ ഉത്തരം പറഞ്ഞതാണ്. 55 വയസ്സായിട്ടുള്ള ആൾക്ക് 55 വയസ്സിൽ 5 വർഷത്തെ ഒന്നിച്ചടയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അടയ്ക്കാൻ പറ്റും അല്ലേ? ഒന്നിച്ചടച്ചാലും നമുക്ക് ഫോർ എക്സാമ്പിൾ 60 വയസ്സ് പൂർത്തിയാകുന്നത് വരെ നമുക്ക് ഇത് എടുക്കാം. പക്ഷെ 60 വയസ്സ് പൂർത്തിയായിട്ട് ചിലപ്പോൾ നമുക്ക് ഒരുമിച്ച് 5 വർഷത്തെ അടയ്ക്കാം. പക്ഷെ പെൻഷൻ കിട്ടുന്നത് 65-ാമത്തെ വയസ്സിൽ കിട്ടും. ഓക്കെ. പിന്നുള്ളത്, അപ്പൊ ഇനി നമുക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിനും തന്നെ നമ്മൾ മറുപടി പറഞ്ഞു. എല്ലാത്തിനും മറുപടി പറഞ്ഞു നമുക്ക് അവകാശപ്പെടാനൊക്കത്തില്ല. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ നോർക്ക സബ് കമ്മിറ്റികളുമായിട്ട് ബന്ധപ്പെടുക. അവർ നമുക്ക് ഫോർവേഡ് ചെയ്യും. നമ്മൾ എന്നെ കൊണ്ട് പറ്റാത്തത് നമ്മൾ ടീച്ചേഴ്സിനുമായിട്ടോ അല്ലെങ്കിൽ മറ്റു നോർക്ക ഒഫീഷ്യൽസുമായിട്ടോ ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കൂടുതലും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കഴിയുന്നത് എന്നാ പറയുന്നത്, ഒന്നിൽ നമ്മൾ അത്രയ്ക്കും സ്കിൽഡ് ആയിരിക്കണം. ഈ എന്നാ പറയുന്ന ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനായിട്ട് സ്കിൽഡ് ആയിരിക്കണം. അതല്ലെങ്കിൽ നമ്മളൊരു ഏജൻസിനെയോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇവരുടെ ഈ പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ ആണെങ്കിലും നോർക്കയുടെ ആണെങ്കിലും ആ ആപ്ലിക്കേഷൻ പ്രോസസ്സ്. അപ്പൊ ആ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഇടയ്ക്ക് വെച്ച് നിന്ന് പോയാൽ അത് റിട്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഒരു വ്യക്തിയുടെ പേരിൽ ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ എടുക്കുന്നത്. അപ്പൊ അത് കഴിയുമ്പോഴത്തേനും അത് ഇച്ചിരി സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും നമ്മുടെ ഏതെങ്കിലും ഒരു ഏജൻസി വഴിയോ അല്ലെങ്കിൽ നമ്മുടെ പ്രവാസി പ്രശ്നമില്ല, നിങ്ങളെല്ലാം ചങ്ങനാശ്ശേരി അടുത്തോ അല്ലെങ്കിൽ അതുകൊണ്ട് ഏത് രാജ്യത്തിരുന്നാണെങ്കിലും അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്തു തരും. അത് ഉപയോഗിക്കാനായിട്ട് പരിശ്രമിക്കുക. അല്ലെങ്കിൽ എന്തുപയോഗിച്ചാണെങ്കിലും കഴിയുന്നതും ഒരു ID കാർഡ് എങ്കിലും എല്ലാവരും എടുത്തു വെക്കണം എന്നുള്ളത് ഒരു ചെറിയ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഇനി ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അവിടെ അത് റേസ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും അതിന്റെ റെപ്രസെന്റേറ്റീവ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഏതായാലും ഈ ചുരുങ്ങിയ സമയത്ത് ഇത്രയധികം ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനെല്ലാത്തിനും നല്ല വളരെ ഓൾമോസ്റ്റ് കൃത്യമായിട്ട് തന്നെ ഉത്തരം പറഞ്ഞ ശ്രീ ബിജു ടോമിക്കും സഹകരിച്ച എല്ലാവർക്കും തന്നെ നന്ദി. താങ്ക് യു.
താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രീ ബിജു ഡൊമിനിക്, രാജേഷ് കുതിരപ്പള്ളി, ടെജിയച്ച, എല്ലാവർക്കും നന്ദി. എല്ലാവരും അവരവരുടെ പാട്ട് നന്നായി ചെയ്യാവുന്ന പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. അടുത്തത് നന്ദി പ്രസംഗമാണ്. പ്രവാസി അപ്പസ്തോലേറ്റിന്റെ ഗൾഫ് കോർഡിനേറ്റർ, നല്ല ഒരു സംഘാടകൻ, ചിട്ടയോടെയുള്ള നല്ല പ്രവർത്തനങ്ങൾ, മനുഷ്യസ്നേഹി, വിശേഷണങ്ങൾ ഒരുപാടുള്ള ശ്രീ ബിജു മട്ടാഞ്ചേരിയെ ഏറെ സ്നേഹാദരവുകളോടെ നന്ദി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ടെജിയച്ച, ജിജോ അച്ച, പ്രിയപ്പെട്ട ബിജു ഡൊമിനിക്, ജോ കാവാലം, പ്രിയപ്പെട്ട ബെന്നിസാർ, രാജേഷ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ വൈകിയ വേളയിൽ വലിയൊരു നന്ദി പ്രസംഗം ഒന്നും നടത്താൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പസ്തോലേറ്റ് 9 വർഷം പിന്നിടുന്നു. പ്രവാസി അപ്പസ്തോലേറ്റിന്റെ അതിന്റെ ജൈത്രയാത്രയിൽ വലിയ ഒരു നാഴികക്കല്ല് കൂടി പിന്നിട്ടിരിക്കുകയാണ്. 2024 ഈ അവസാന പാദത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ രാജ്യങ്ങളിൽ ജീവിക്കുന്ന പ്രവാസികൾക്ക്, അത് പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ, രൂപത വ്യത്യാസമില്ലാതെ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കേരള ഗവൺമെന്റിന്റെ പ്രവാസികൾക്കായി രൂപീകരിച്ചിരിക്കുന്ന നോർക്കയെക്കുറിച്ചുള്ള അതിന്റെ സേവനങ്ങളെക്കുറിച്ച്, അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം കേട്ടു കഴിഞ്ഞു. ഈ വെബിനാർ നിങ്ങളുടെ പ്രവാസ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വെബിനാറിന് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ച ഈ 1.5 മണിക്കൂർ സമയം അത് ഒരിക്കലും ഒരു നഷ്ടമല്ല, നേട്ടമാണ് എന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വെബിനാറിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ അതിന് വേണ്ട അനുവാദം നൽകുകയും അതിനു വേണ്ട കാര്യങ്ങളെല്ലാം നിർദ്ദേശങ്ങളിലൂടെ ഒക്കെ നൽകി പ്രോത്സാഹിപ്പിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന, പ്രവാസികളുടെ ശബ്ദമായി മാറിയ, പ്രവാസികളുടെ നാവായി, പ്രവാസികളുടെ ചങ്കായി, പ്രവാസികൾക്ക് വേണ്ടി ഒരച്ഛനുണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ ചങ്ങനാശ്ശേരിയിലുള്ള ബഹുമാനപ്പെട്ട ടെജിയച്ചനാണ് ഈ പ്രോഗ്രാമിന്റെ എല്ലാവിധ പിന്തുണയും ഞങ്ങൾക്ക് നൽകിയത്. ബഹുമാനപ്പെട്ട ടെജിയച്ചനെ ഏറെ സന്തോഷത്തോടെ, ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടി എല്ലാവിധ പിന്തുണയും നൽകിയ ബഹുമാനപ്പെട്ട ടെജിയച്ചനെ നന്ദിയോടെ ഓർക്കുന്നു. GCC പ്രവാസി അപ്പസ്തോലേറ്റിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ജിജോ അച്ഛനാണ്. ഇന്ന് നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന മത്തായി ശ്ലീഹായുടെ നാമധാരിയായ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ജിജോ അച്ഛൻ ചെറുപ്പത്തിന്റെ ചടുലതയും ചുറുചുറുക്കുമായി പ്രവാസികൾക്ക് വേണ്ടി തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം, പൗരോഹിത്യ ജീവിതത്തിന്റെ ഒരു ഭാഗം മാറ്റിവെച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ജിജോ അച്ഛൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതിലുള്ള നന്ദിയും സ്നേഹവും എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു. ഈ വെബിനാർ നയിച്ചത് പ്രിയപ്പെട്ട ബിജു ഡൊമിനിക് ആണ്. തന്റെ പ്രവാസ ജീവിതത്തിന്റെ ഒരു ഭാഗം വിവിധ പ്രവാസ സംഘടനകളിലൂടെ, സാമുദായിക സംഘടനകളുടെ ഭാഗമായി നിന്നുകൊണ്ട് ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന, പ്രവാസി അപ്പസ്തോലേറ്റിന്റെ തന്നെ ഒരു ഭാഗമായി മാറിയിരിക്കുന്ന പ്രിയപ്പെട്ട ബിജു ഡൊമിനിക് വളരെ വിശദമായി തന്നെ നോർക്കയെ കുറിച്ച് അതിനെല്ലാ മേഖലകളെയും പ്രതിപാദിച്ചുകൊണ്ട് ലളിതമായ ഭാഷയിൽ നമുക്ക് വേണ്ടി നോർക്കയും പ്രവാസികളും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിച്ചു. ഒരു നോർക്കയുടെ ഓഫീസിൽ ചെന്നിരുന്ന് നോർക്കയിലെ ഒരു ഉദ്യോഗസ്ഥനോട് സംസാരിച്ച് സംശയം തീർക്കത്തക്ക അതേപോലെയുള്ള ഒരു അനുഭവമായിരിക്കാം ഒരുപക്ഷെ ഈ വെബിനാറിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വെബിനാറിൽ വളരെ മനോഹരമായി ക്ലാസ് നയിച്ച പ്രിയപ്പെട്ട ശ്രീ ബിജു ഡൊമിനിക്കിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ MC ആയി പ്രവർത്തിച്ച സിന്ധു സുനിൽ മനോഹരമായ വാക്കുകളിലൂടെ ഈ വെബിനാറിനെ ഏറെ സുന്ദരമാക്കി തീർത്ത കുവൈറ്റിൽ നിന്നുള്ള GCC പ്രവാസി അപ്പസ്തോലേറ്റിന്റെ ജോയിന്റ് കോർഡിനേറ്ററായ സുനിൽ P. ആന്റണിയുടെ ജീവിത പങ്കാളി കൂടിയായ
പ്രിയപ്പെട്ട സിന്ധു സുനിലിനെ ഈ അവസരത്തിലേറെ നന്ദിയോടെ ഓർക്കുന്നു. പ്രാർത്ഥനാ ഗാനം ആലപിച്ച ജിയ എൽസ അജോ, ഖത്തർ പ്രവാസി അപ്പസ്റ്റോലേറ്റിന്റെ കോർഡിനേറ്റർ അജോ ആന്റണിയുടെ മകളാണ്. മോൾക്ക് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ നോർക്ക വെബിനാർ സംഘടിപ്പിക്കുന്നതിന് ഏറെ അധ്വാനിച്ച നോർക്ക സെല്ലിന്റെ കോർഡിനേറ്റർ കുവൈറ്റിൽ നിന്നുള്ള അഡ്വക്കേറ്റ് ബെന്നി 40 കളം സാറിനെയും ഈ വെബിനാറിന് വേണ്ട എല്ലാ കാര്യങ്ങളും അതിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ ചെയ്ത ഗ്ലോബൽ കോർഡിനേറ്റർ ജോക്കാവാലം, ഈ പ്രോഗ്രാമിന്റെ മോഡറേറ്റർ രാജേഷ് കൂത്തരപ്പള്ളി, വിവിധ രാജ്യങ്ങളിലെ പ്രവാസി അപ്പസ്റ്റോലേറ്റിന്റെ കോർഡിനേറ്റർമാർ, GCC ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, GCC എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഈ പ്രോഗ്രാമിന് മൊബിലൈസേഷന് വേണ്ടി പോസ്റ്റർ തയ്യാറാക്കി അത് ഡിസൈൻ ചെയ്തവർ, പ്രൊമോ വീഡിയോ തയ്യാറാക്കിയവർ, അത് പ്രസന്റ് ചെയ്തവർ എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും, മറ്റ് രൂപതകളിൽ നിന്നുള്ള പ്രവാസി അപ്പസ്റ്റോലേറ്റിന്റെ പ്രതിനിധികൾ, മറ്റ് സംഘടനകളിൽ നിന്നുള്ളവർ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഇപ്പോഴും ഈ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓരോരുത്തരെയും നിങ്ങൾ കാണിച്ച ആ നല്ല മനസ്സിന്, പ്രവാസി അപ്പസ്റ്റോലേറ്റിനോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന്, എല്ലാ സഹകരണത്തിനും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.